ഇപ്പൊ എടുക്കണം. വായി വരുന്ന അങ്ങനെ പറയാൻ പറ്റത്തില്ല. കിസ് എടുക്ക്, ഞാൻ കിസ് ചെയ്തു, നീ എടുക്ക്. ഒരു ഹായ് അയച്ച അപ്പൊ തന്നെ തിരിച്ചയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറെ പോയി. നാരായണ നാരായണ, ലോകത്തിലേക്ക് വന്ന ദൈവം തന്നെ വന്നേ. റിയൽ ലൈഫില് പക്ക സീരിയസ് ആണ്. പലപ്പോഴും നമ്മൾ സീരിയസ് ഇടുന്നതാണ്, കാരണം നമുക്ക് വയലൻസും ഇമോഷൻസും എല്ലാം ഉണ്ട്. അന്ന് ഏതൊക്കെ സിനിമ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വിവാദം കേറിയപ്പോ അത് കുറച്ച് ഇതായി. അവരുടെ മാർക്കറ്റ് റീച്ച് JSKയുടെയും ഫ്ലാസ്കിന്റെയും എല്ലാം സംസാര വിഷയം. ട്രെൻഡിങ്, നിങ്ങളുടെ സ്റ്റോറി ട്രെൻഡിങ് ആയപ്പോൾ മറ്റേ സ്റ്റോറികൾ താഴ്ത്തോട്ട് പോയി അല്ലേ? ഹലോ, നമസ്കാരം വ്യൂവേഴ്സ്. ടോക്ക് വിത്ത് ടൈഗേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബോറിംഗ് ആയിട്ടുള്ള ഇൻഡോർ ഷൂട്ടിന് പകരം നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ നോയ്സൊക്കെ പുറത്തുനിന്ന് വരും, കാരണം നല്ലൊരു വ്യൂ ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു മഴയുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഒരു മനോഹരമായ ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടന്നുകൊണ്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ മഴ കാരണം കൊണ്ട് പുറത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അടുത്ത കാലത്തായി സൂപ്പർ സ്റ്റാർ ആയി വിലസുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, വിവാദങ്ങളിലൂടെ നായകനായി മാറിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം വൈറൽ താരമായ അലൻ ജോസ് പെരേരയും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ വീഡിയോയിലൂടെ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരു വിവാഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്. അതിലൂടെ വിവാഹത്തിലൂടെ നമ്മൾക്കെല്ലാം സുപരിചിതയായ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള അലൻ ജോസിൻ്റെ ബെറ്റർ ഹാഫ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം 1-2 ദിവസം തെറ്റിദ്ധരിച്ച ശ്രീലക്ഷ്മിയും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. പ്ലീസ് കം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരെ പറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ട്, വിവാദങ്ങളെ പറ്റി, മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് വളരെ നേരത്തെ തന്നെ അവർ റെഡിയായി വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനിടയിൽ ഇവരുടെ ബിസി ഷെഡ്യൂളിനിടയിലും ഇവർ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നമുക്ക് കാര്യങ്ങളിലോട്ട് പതുക്കെ കിടക്കാം. നമുക്കൊരു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ട, വളരെ റെഗുലറായിട്ട് വളരെയധികം എന്താ പറയുക, കാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ഈസ് യോഴ്സ്. എന്ത് കാര്യങ്ങളും പറയും, വിവാദങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, നിങ്ങൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് ആവട്ടെ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അലൻ ജോസിലോട് ആദ്യം പോകണോ അതോ ശ്രീലക്ഷ്മിയിലോട്ട് പോകും? ശ്രീലക്ഷ്മിയിൽ തുടങ്ങാം അല്ലേ? ലേഡീസ് ഫസ്റ്റ് കറക്റ്റ്. അതാണ് അതിൻ്റെതായ മാന്യത. ശ്രീലക്ഷ്മി പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീലക്ഷ്മി ഒരു ട്രെൻഡിങ് താരമാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും, അതുപോലെ ശ്രീലക്ഷ്മിയുടെ മേക്ക് ഓവറിനെ പറ്റിയിട്ട്, ശ്രീലക്ഷ്മിയുടെ പുതിയ ഷൂട്ടിനെ പറ്റിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഡേ ബൈ ഡേ എനിക്ക് തോന്നുന്നു 100 കണക്കിന് വീഡിയോസ് ഇവരെ പറ്റിയിട്ട് അപ്ലോഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അലിൻ ജോസ് ഓൾമോസ്റ്റ് 2-3 years ആയിട്ട് ആൾറെഡി ഇതാണെങ്കിലും അതേപോലെ ആ ലെവലിലേക്ക് തന്നെ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഇപ്പോൾ ശ്രീലക്ഷ്മി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയോട് ചോദിച്ച് മനസ്സിലാക്കാം, എന്തൊക്കെയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ വിവാദങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി, ഒരു മാസ് എൻട്രി എന്ന് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. എപ്പോഴാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊന്നും ഒരു സീക്വൻസ് ആയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ടൈം ലൈൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് അലന് തുടങ്ങാം. അലനെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത്, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ള ദിവസം തന്നെ അലന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് അലനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് മിണ്ടി, ഹായ് അലനെ സുഖാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മിണ്ടി. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അലൻ എന്നോട് ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, ഒരു റീലും ചെയ്യാൻ അലന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അലനോട് പറഞ്ഞു, എടാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന റീലും ഷോർട്ട് ഫിലിമും ഒക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. എപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണ് ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തതാണ് ഞങ്ങള്. ഒരു റീലായിട്ടല്ല, ഒരു ഫോട്ടോഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തത്.
പോകുന്നതും ഈ സംഭവത്തിന് പോകുന്നതും ഫോട്ടോഷൂട്ടിന് വേണ്ടിയാ പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി, ചുമ്മാ ഒരു കല്യാണം കഴിച്ചു എന്നങ്ങ് പറഞ്ഞാലോ, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കൈയും പിടിച്ച് നടക്കുന്ന ഒരു റീലും കൂടെ ഇടാം. അപ്പൊ ഞാൻ പറഞ്ഞ നീ ഓക്കെ ആണെങ്കിൽ ചെയ്യാം, അവനും പറഞ്ഞു. അങ്ങനെ ചെയ്ത സംഭവമാണ് ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ അതോ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ ആണ്, തോന്നിയതാണ്. നിഷ ഐഡിയ ആയി പോയി, വല്ലാത്തൊരു വൈറൽ ഐഡിയ. സാധാരണ അത്രയൊന്നും ധൈര്യം സാധാരണ പെൺകുട്ടികൾ കാണിക്കാറില്ല, കാരണം ഇത് എങ്ങനെയാണ് ബാക്ക്ലാഷ് ചെയ്യാന്ന് നമുക്ക് അറിയില്ലല്ലോ. രണ്ട് മൂന്ന് പടങ്ങൾ ബാധിച്ചെന്ന് പറയുന്നുണ്ട്. രണ്ടു പേർക്ക് ഞാൻ പറയാം. JSKയും അപൂർവപുത്രന്മാരും ഫ്ലാസ്കും മൂന്ന് പടം ഇറങ്ങിയിരുന്നു. അപ്പൊ ആ പടങ്ങളെ അത് തീർച്ചയായിട്ടും അത് റിവ്യൂസിനെ ബാധിച്ചു എന്ന് കരുതും. പക്ഷെ പടങ്ങൾ, സിനിമ ഇഷ്ടപ്പെടുന്നവര്, സിനിമ സ്നേഹിക്കുന്ന ആൾക്കാര് സിനിമ കാണുക, അല്ലാണ്ട് സോഷ്യൽ മീഡിയ വിവാദങ്ങൾ അതവിടെ കിടക്കും. പക്ഷെ സിനിമ കാണുക, JSKനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ പറയാൻ പറ്റും. അല്ല, JSK എങ്ങനെ വിവാദമായിട്ട്, കാരണം ആ ട്രെൻഡിങ് സ്റ്റോറി താങ്കളുടെ ആയതുകൊണ്ട്. മറ്റേ മാധവ് സുരേഷ് ഒരുപാട് ട്രോള് വരുന്ന സമയത്ത് ആ ട്രോള് മുങ്ങിപ്പോയി. ശരി. എനിക്ക് മെസ്സേജ് അയച്ചു, മാധവനെ നീ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒരാളെ രക്ഷിക്കാനും താത്താനും വേണ്ടിയല്ല, പക്ഷെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. നമ്മൾ അന്നേരം ചിന്തിച്ച് ചെയ്തതാണ്. അന്ന് ഏതൊക്കെ സിനിമ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വിവാദം കേറിയപ്പോ അത് കുറച്ച് ഇതായി. അവരുടെ മാർക്കറ്റ് റീച്ച് JSKയുടെയും ഫ്ലാസ്കിന്റെയും എല്ലാം സംസാര ട്രെൻഡിങ്, നിങ്ങളുടെ സ്റ്റോറി ട്രെൻഡിങ് ആയപ്പോൾ മറ്റേ സ്റ്റോറികൾ താഴ്ത്തോട്ട് പോയി അല്ലേ? അതാണ് കഴിവ്. ആക്ച്വലി സോഷ്യൽ മീഡിയയുടെ കഴിവാണ് അത്. ആക്ച്വലി ഇത്രയും വലിയ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു മേ ബി എത്ര വലിയൊരു ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പടങ്ങൾ, വലിയ പടങ്ങൾക്ക് പോലും ഒരു സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് അതിന് മിനിമം അല്ലെ, നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു 10 കോടി പ്ലസ് ഉണ്ടാവുമല്ലോ. ഇത്രയും കോടികൾ മുടക്കി ഉണ്ടാവുന്ന ഒരു സിനിമ പോലും സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒരു ട്രെൻഡിങ് വാർത്ത കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി, അതിനെ താഴത്തോട്ട് പോകാൻ പറ്റി എന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയുടെ പവർ നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്താണ് അല്ലേ? അറിയാം. പുള്ളി സാധാരണ രാവിലെ ഇടുന്ന റിവ്യൂ ഇടാൻ പറ്റുള്ള പുള്ളി. അത് ശരി. പുള്ളി രാത്രി ഇട്ടു. ഇതുകൊണ്ടല്ലേ നിങ്ങളുടെ ട്രെൻഡിങ് ന്യൂസ് കാണുന്ന വേറെ ഒന്നും കേറില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ. അത് ശരി. അപ്പം എത്ര മണിക്കാണ് നമ്മൾ കല്യാണം, ആ സീക്വൻസ് ഉണ്ട് എത്ര മണിക്കാണ്? ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അന്നേരം ഇങ്ങനെ ഇവ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ ഉണർന്നപ്പോ ഞാൻ വിചാരിച്ചു, ആലൻ പറഞ്ഞ ഫോട്ടോഷൂട്ട് ചെയ്ത ആലാലിനോട് പറഞ്ഞു. ഞാൻ ഇതിന് മെസ്സേജ് ഇതിന് ഉറക്കമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ ഇന്ന് ഫ്രീ ആണ്, അപ്പൊ നമുക്ക് ആ ഫോട്ടോഷൂട്ട് അങ്ങ് ചെയ്യാന്ന്. പിന്നെ പെട്ടെന്നായിരുന്നു, ഇവൻ പെട്ടെന്ന് വന്നു ചെയ്തു. അത് ശരി. 11 മണി 12 മണിക്ക് എണീക്കുന്ന ആളാണെന്നുള്ള എല്ലാവരും പറയാറുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മള് റീൽസ് അങ്ങനെ കിടന്ന് ലേറ്റ് ആയിട്ടാ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ സമയത്ത് എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി ഫ്രീ ആണല്ലോ, അപ്പൊ വെറുതെ ഇരിക്കണ്ട, വർക്ക് ചെയ്യാ, ഇനിയും ചെയ്യാം, കിട്ടുന്നതൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പൊ ഇവന്റെ ഓർത്തത് അതാകുമ്പോ അടുത്താണല്ലോ, അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു വരാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം. എടപ്പള്ളിയിലാണല്ലേ താമസിക്കുന്നത്? പുള്ളി കൊച്ചിയിലും, രണ്ടിനും ഇടയിൽ ഒരു ഇടയുണ്ട് അല്ലേ? ആ ഇട ഇപ്പം ചെറുതായി ഒരു വിവാദത്തിലൂടെ വളരെയധികം ട്രെൻഡിങ് ആയി, ഫേമസ് ആയി അല്ലേ? അതെ. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് എന്തായാലും റീച്ച് ആവുമെന്നറിയാം, കാരണം വെഡിങ് ഫോട്ടോഷൂട്ടാണ്, അപ്പൊ അത് റീച്ച് ആവുമെന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇത്രേ ഇതാവും അങ്ങനെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന നിലയിൽ ഇപ്പൊ ഒരു ദിവസം മാക്സിമം 3 ഇന്റർവ്യൂ അത്രയും വരാൻ തുടങ്ങി. അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് അപ്രോച്ച് വരാൻ തുടങ്ങി. കാരണം നമ്മൾ പറയുന്ന പോയിന്റ്സ് ഇപ്പൊ ബുക്കിംഗ് പറയാറുള്ളൂ, ഒരാളുടെ പേര് വെറുതെ എടുത്ത് പറയാറില്ല. പക്ഷെ ചിലർക്ക് നമുക്ക് പറഞ്ഞു പോണതാണ്, ക്ഷമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ എനിക്കിപ്പോൾ ആളുടെ പേര് പറയണമെന്ന് കൂടി, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അവിഭാജ്യ ഘടകമായ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആറട്ടണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് ആദ്യം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേക്ക് വീഡിയോ ആണ്, ഞാൻ എന്റെ ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഫോൺ എടുക്കാറില്ല, അറിയാലോ, ഞാനിപ്പോ ഈ അല്ലെങ്കിൽ തന്നെ ഫോൺ എടുക്കാറില്ല ആൾക്കാർ പരിചയത്തെ നമ്പരെ. അപ്പൊ ഒന്നാമത് എനിക്ക് എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ശരിക്കും കുറച്ചുകൂടി സംസാരം ഡേഞ്ചറാ ഞാൻ പറയുമ്പോ. പെട്ടെന്ന് ഷാർപ്പാണ്. ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ കോമഡി പറയുമെങ്കിലും ശരിക്കും റിയൽ ലൈഫിൽ പക്കാ സീരിയസ് ആണ്. പലപ്പോഴും നമ്മൾ സീരിയസ് വിടുന്നതാണ്, കാരണം നമുക്ക് വയലൻസും ഇമോഷൻസും എല്ലാം ഉണ്ട്. അതൊക്കെ മാറ്റി ഈ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചൊക്കെ ഡിസിപ്ലിൻ മൈൻഡർ ആയി നിൽക്കുന്നത്. അല്ലെങ്കിൽ പക്ക വയലന്റ് മൈൻഡർ ആയിരുന്നു ഒരു സമയം വരെ. ഒരു അടി കിട്ടിക്കുക തിരിച്ച് റിയാക്ട് ചെയ്യുക, പിന്നെ
എടുക്കുക കൊടുക്കുക എടുക്കുക കൊടുക്കുക അല്ലെ? പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ല പറഞ്ഞു. പിന്നെ ഒരു സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പെൺകുട്ടി കാരണം നമ്മള് ഇപ്പൊ ഞാൻ പണ്ട് പാട്ട് പാട്ടേ. അപ്പൊ പാട്ട് പാടുന്നതും പിന്നെ ഫാൻസി ഡ്രസ് അറിയാം. അന്ന് മീശയൊന്നും പറ്റൂലല്ലോ. 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മീശയ്ക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പ്രച്ഛന്ന വേഷത്തിൽ കൂടുതലും പെൺവേഷങ്ങളെ കിട്ടാറുണ്ട്. ശരി. എന്താ പറയാ, ഒരു ചെറിയൊരു കാണിക്കായിരുന്നു. ഓക്കെ. നാരായണ ലോകത്തിലേക്ക് വന്ന ദേവീന്ദ്രന് വന്നല്ലോ. ആ രീതിയിൽ ഉള്ളൊരു മോഡ് ഓഫ് ഡയലോഗ് ഡെലിവറിയിൽ നാരായണ ചെയ്തിട്ടുണ്ട്. പിന്നെ വട്ടത്തുള്ള വല്യമ്മ, പിന്നെ ഡയലോഗ് പറയൂ. ഏതെങ്കിലും പറയൂ, രസമല്ലേ കേൾക്കുമ്പോ? ഓർമ്മയില്ല. ഏതെങ്കിലും ഒരു ഡയലോഗ് പറയൂ. അതിന്റെ ഉണ്ണിയാർച്ച ഡയലോഗോ ഏതെങ്കിലും? മറന്നുപോയി. ഫീൽഡ് വിട്ടുകൊണ്ട്. ശരി. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എതിർപ്പുകളുണ്ട്. ഇപ്പൊ എന്റെ അങ്കിൾമാരായിട്ടുള്ള ലാൽമാനങ്ങള്, ജോജങ്ങള്, അപ്പൊ അവർക്ക് വലിയ താല്പര്യമില്ല എന്റെ ഈ ഫീൽഡ്. കാരണം അവരോടൊരു ജോലി മേടിച്ചു തരാൻ പറഞ്ഞപ്പോ അവര് എന്നെ ആട്ടി ഓടിച്ചു, പുച്ഛിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ കോമിക് അല്ലെങ്കിൽ കോമാളി ഈ ഇമേജ് ആൾക്കാർ പറയുന്ന ഒരു രീതിയിലേക്ക് വരില്ലായിരുന്നു. മനസ്സിലായോ? എന്നാലും ഇപ്പൊ ടിപ്പിക്കലി ഞാൻ എന്റെ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അറിയാം ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണ്, ഓൾറെഡി കൊമേഡിയൻ ആണോ അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാന്ന് എന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാണ്ട് എന്റെ റീൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ഇവിടെ ഒരു കൊല്ലം മുമ്പ് വരെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. എന്തോരം ആർട്ടിസ്റ്റുകൾ നമ്മളിപ്പം അഭിനയിക്കുന്നു. ഇപ്പൊ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്നി ആണെങ്കിലും ജംഗിൾ സുന്ദരിയിൽ അഭിനയിച്ചു. പക്ഷെ ആ ഒരു ട്രെൻഡ് നിലനിർത്താൻ പറ്റിയില്ല. ഒരുപാട് ചാനൽ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നും ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പറയും. ഞാൻ ഓഫർ ചെയ്തതാണ് ഇന്റർവ്യൂ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ പെൺകുട്ടിയുടെ നമ്പറൊന്നും ആരും തന്നില്ല. അല്ലാണ്ട് എനിക്ക് ഈ നടിമാരുടെ നമ്പർ കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല ശരിക്കും പറഞ്ഞ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നും ഒരു ധൈര്യമായിട്ട് ഒരു നമ്മളെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ വന്നതിന് താങ്ക്സ്. ഈ ട്രാൻസിഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും? ലൈക്ക് ഈ ആദ്യം റിവ്യൂവർ എന്നുള്ള ലെവലിൽ നിന്നും കോമഡിയിലേക്ക് മാറി, കോമഡിയിൽ നിന്നും വീണ്ടും പാട്ടുകൾ പാരഡിയിലേക്ക് മാറി, പാരഡിയിൽ നിന്നും വീണ്ടും ഒരു വിവാദത്തിലേക്ക് ഉണ്ടാക്കി നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത ശേഷം അവിടെ നിന്നും സീരിയസ് ഇന്റർവ്യൂകളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ പ്ലാൻഡ് ആണോ? പ്ലാൻഡ് അല്ല. ഒഴുക്കിനൊപ്പം ഇപ്പൊ ഒരു കടൽ തിര മല ഒഴുകൂല്ലേ, അതേപോലെ ഒഴുക്കിനൊപ്പം പോവുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനകത്ത്. പിന്നെ നമ്മള് ഓഫ് വേ എന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരുണ്ട്, റസാഖ് പട്ടാഞ്ചേരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ രണ്ടുപേരാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ അത് നമ്മള് ഒരു ടിപ്പിക്കൽ സ്റ്റേജിൽ അവരുടെ ഓഫ് വേ ഓഫ് നമ്മളുള്ള ഒരു എന്താ പറയാ ടോക്കിംഗ് സ്റ്റൈല് എനിക്ക് തീരെ പിടിച്ചില്ല. അതുകൊണ്ട് പലരെയും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് ഞാൻ 5000 കൊടുക്കാന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. കാരണം അവരെന്നോട് കാണിച്ച പല മര്യാദകളുണ്ട് ചില ആൾക്കാർ, എസ്പെഷ്യലി പുള്ളിക്കാരൻ മറ്റേ പല വർക്കുകളിലും നമ്മളെ വിളിച്ചിട്ട് ഇപ്പൊ വെള്ളമായി കഴിഞ്ഞിട്ട് അധികം വർക്കുകളിൽ വിളിക്കാണ്ടായി, റെക്കമെൻഡ് ചെയ്യാണ്ടായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആക്ടിങ് പുള്ളിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പുള്ളി നമ്മൾ അവോയ്ഡ് ചെയ്തല്ലോ. പുള്ളിനെ സ്കൂളിൽ നിർത്തിയിട്ട് പല ഷോർട്ട് ഫിലിംസും പ്ലാൻ ചെയ്യാറ് നല്ല രീതിയിൽ. അപ്പൊ പുള്ളി അവിടെ നിന്നില്ല. പിന്നെ നമുക്ക് ഈ ലേഡീസ് ആയിട്ടുള്ള വിവാദം വന്നാൽ പുള്ളി മാറിപ്പോയി. ശ്രീലക്ഷ്മിയുടെ ലൈക്ക് ഫാമിലി ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അല്ല, പുറത്താണ്. ഓക്കെ. അപ്പൊ നമ്മള് ഈ നാട്ടിലുണ്ട്, എറണാകുളത്തല്ല. ഓക്കെ. അപ്പൊ നമ്മള് ലൈക്ക് ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്നും അകന്നുപോയോ, കൂടുതൽ ബോണ്ടിങ് ആയോ? പുറത്ത് നമ്മൾ ഇറങ്ങി പോകുമ്പോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്? ഇതൊന്നും പറഞ്ഞുതരാം. ഫാമിലിയിൽ ഞാനിങ്ങനെ സംഭവം ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞത് ഇങ്ങനെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ടാണെന്ന് അവിടെയും പറഞ്ഞത്. ചെയ്യാൻ പോവാണ്, വർക്കാണെന്ന് പറഞ്ഞു. അത് ഓക്കെ, അവർക്ക് തന്നെ മനസ്സിലാവും, ആർക്ക് മനസ്സിലായില്ലല്ലോ.
അവരാക്കെ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ എന്തായാലും ഈ ഫീൽഡിലാണല്ലോ, ഫിലിം എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന ആളാണല്ലോ. എന്റെ വർക്ക് കണ്ട വർക്കാണെന്ന് മനസ്സിലാവും, അല്ലാതെ ഞാൻ ചാടിപ്പോയി ഒരാളെ കിട്ടുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്നെ അവർക്കറിയാം. അപ്പൊ എന്റെ കൂടെ എനിക്ക് എന്റെ ഒരു ഫോൺ കോൺടാക്ട്സിൽ ഒരുപാട് വേറെ നമ്പർ ഉണ്ട്, അറിയാലോ. അപ്പൊ നമ്പറിൽ ഭൂരിഭാഗം ആൾക്കാർ ഒരു 35 പേര് ലേഡീസാണ് അത്യാവശ്യം. അപ്പോ ആ ഒരു കാറ്റഗറി ആൾക്കാരിൽ നമ്മൾ സംസാരിക്കും, പക്ഷേ നേരിട്ട് കാണുമായിരിക്കാം ചില സമയത്തൊക്കെ ഓരോ ഫംഗ്ഷനുകളിൽ, പക്ഷെ നമ്മളൊരു ആക്ടിങ്ങിന് ഒരു റോളുണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും 15,000 തരാൻ പറയും. മനസ്സിലായി, നമുക്ക് റീച്ച് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഈ 15K ഒക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 5K 10K വരെ കൊടുക്കാം. ഈ 15,000 രൂപ ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അപ്പൊ ചില ആൾക്കാർ പറയും താല്പര്യമില്ലെന്ന് പറയും, 1-2 ആർട്ടിസ്റ്റുകളിൽ നമ്മൾ. പിന്നെ ചില ആൾക്കാർ നമ്മൾ ചെറിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യിപ്പിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും പറഞ്ഞിരുന്നത് എന്നോട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ അവിടുന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാനാണ് ഫെയിമിൽ നിൽക്കുന്നത്, പക്ഷെ ഞാൻ ആ ഫെയിം പലപ്പോഴും ഞാൻ മറക്കാറേ ഉള്ളൂ. കാരണം നമ്മൾ ആ ഫെയിമിൽ 5 ദിവസം വരെയാണ് നീ എന്നോട് വരണം, അല്ലെങ്കിൽ രാത്രി സ്റ്റേ ചെയ്യണം, അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ നമ്മള് വേ ഓഫ് രീതിയിൽ പറയാറുണ്ട് വന്നോന്ന്. പക്ഷെ ആ രീതിയിൽ നമ്മള് ഇപ്പോ യാദൃശ്ചികമായിട്ട് സീരിയസ്ലിനെ കണ്ടു, ഇന്റർവ്യൂ വെച്ച് അത് കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. പിന്നെ അത് നല്ല രീതിയിൽ വന്നു, നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു ധൈര്യമായിട്ട്. പലരും മറ്റേ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഒരു ഷൂട്ടായിരുന്നു, വെഡിങ് ഫോട്ടോഷൂട്ട്. നമ്മൾ ചോദിച്ചപ്പോ പല രീതിയിലും ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ ചെയ്യാം. ആ രീതിയിൽ വരുമ്പോ ആ ഷോട്ട് അത് പെടുമല്ലോ. പ്രത്യേകിച്ച് എടുത്തി വെച്ചില്ല, പക്ഷെ എന്നാലും വർക്ക് ചെയ്യാൻ ചോദിക്കാൻ പലർക്ക് എതിർപ്പായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോ നെഗറ്റീവ് കമന്റ്സ് വന്നെങ്കിലും കുറച്ച് എനിക്ക് പരിപാടി ഫോൺ കോൾ ലിസ്റ്റൊക്കെ വന്നിരുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഭീഷണി നടക്കാറുണ്ട്, ഭീഷണി വരാറുണ്ട് അല്ലേ? ഭീഷണി ഒരുപാട് വരുന്നുണ്ട്. ശ്രീലക്ഷ്മിക്ക് അതുപോലത്തെ ഭീഷണിയുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ ഭീഷണികൾ എന്റെ അടുത്തോ ഭീഷണി കൊണ്ടുവരുന്നേ. ഞാൻ പറയട്ടെ, ഞാൻ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാം. ഈ ഭീഷണിപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് ചറവറ പറയുന്നവരൊന്നും എനിക്ക് തരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട എന്റെ കുടുംബത്തിലുള്ളവർക്കും എനിക്കും വല്ലതും വയറ്റിലോട്ട് പോകും. ഈ പറയുന്ന ആരും എനിക്കൊന്നും തരത്തില്ല. പിന്നെ ഞാൻ എന്തിനാ അവരെ മൈൻഡ് ചെയ്യുന്നത്? എനിക്ക് കുറെ അടുത്ത ഫ്രണ്ട്സ് അങ്ങനൊന്നും ഇല്ല, കുറച്ച് വിരൽ എണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാരും ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ഫ്രണ്ട്സ്. അതിനകത്ത് എന്നോട് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒഴിഞ്ഞുപോയി. അലൻ ജോസിന്റെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ട് കോമാളിയായി നീ അങ്ങ് മാറിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഹായ് അയച്ച അപ്പൊ തന്നെ തിരിച്ചയക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറെ പോയി. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ട. ഞാനിന്ന് കണ്ട എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ മതി എനിക്ക്. അല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ അലൻ ജോസിന്റെ കൂടെ ഇപ്പൊ ആറാട്ടാണ് എന്റെ കൂടെ ഒക്കെ ഞാൻ ചിലപ്പോ വീഡിയോ ചെയ്തെന്നിരിക്കും. അത് എനിക്ക് എന്റെ പാഷനാണ്, എന്റെ ഇഷ്ടമാണ് ആക്ടിങ്. അത് കണ്ടിട്ട് എന്നെ അംഗീകരിക്കുന്നവർ എന്റെ കൂടെ നിന്നാൽ മതി, അല്ലാത്തൊന്നും എനിക്ക് വേണ്ട. ഇത് ഓരോ നടിമാർക്ക് ഒരു മെസ്സേജ് ആണ്. നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ ആസ് ആൻ ആക്ടർ, ആസ് ആൻ കണ്ടന്റ് ക്രിയേറ്റർ, ആ കണ്ടന്റ് ആയിട്ട് പ്രതിയാ, അല്ലെങ്കിൽ സിനിമയായിട്ട് വർക്കായിട്ട് കൃത്യമായിട്ട് ചെയ്യുക. അല്ലാണ്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഇപ്പൊ പോയി. ഞാൻ ചോദിക്കുന്നത്, അലൻ മനുഷ്യനല്ലേ, ചിലപ്പോ അവൻ എന്തെങ്കിലും പറയുന്നത് ചിലപ്പോ കൂടിപ്പോവും, ചിലപ്പോ കുറഞ്ഞു പോവും. ഓരോരുത്തർക്കും ഓരോതായ രീതിയിലായിരിക്കും സംസാരം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ അവൻ സംസാരിക്കണമെന്നില്ല. അവന്റേതായ ചില പരിമിതികളിലായിരിക്കും അവൻ സംസാരിക്കുന്നത്. അതൊരു കോമാളിത്തരമായിട്ടോ വിവരമില്ലാത്തവനെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ളവന്റെ കൂടെ നീ വീഡിയോ ചെയ്തോ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ഞാൻ അവന് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു, അത്ര ഉപദേശിക്കാറുണ്ട്. പക്ഷെ നമ്മള് മറ്റേ ആൾക്കാർ പറയാൻ മാത്രമേ പറ്റുള്ളൂ കാര്യങ്ങൾ. പിന്നെ നമ്മള് ഒരാളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് അറിയാമല്ലോ, തഗ്ഗൊക്കെ ചെയ്തല്ലേ. അപ്പൊ മറ്റേ മോഡൽസ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കാണുമ്പോ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതാണ് എന്റെ ചോദ്യം. എന്റെ ഹസ്ബൻഡ് അല്ല അവൻ, അല്ലെങ്കിൽ എനിക്ക് ചെലവിന് തരുന്ന ആളോ എന്റെ ഹസ്ബൻഡോ ഒന്നും അല്ല. ഞങ്ങൾ ഒരു റീൽ ചെയ്തു സംഭവം. ഞാൻ ഇപ്പൊ മോഡേൺ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് അവനെ വിളിക്കുന്നു. അതെന്തിനാ എന്നെ വിളിക്കുക? ഞാനാണ് ചെയ്തേക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് കാര്യങ്ങളോ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട് നേരിട്ട്. പുതിയ വീഡിയോനെ പറ്റിയിട്ടാണ് നമ്മൾ പാട്ട് റീക്രിയേറ്റ് ചെയ്തതിന്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. വേഷം മോശമായിട്ടുള്ള
ഞാൻ ചോദിക്കുന്നത് പഴയ നടിമാരൊക്കെ ഇപ്പോഴത്തെ പിന്നെയും അത്ര വലിയ സംഭവങ്ങൾ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ നടിമാരൊക്കെ എത്രമാത്രം അവരുടെ വർക്ക് അവര് ചെയ്യുന്നത്, അവരവിടെ വേഷമൊന്നും നോക്കി നിൽക്കുന്നില്ല. വർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇതാവും, പക്ഷെ എന്നാലും 5,00,000 വണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് മൂവീസ് ആണെന്ന് പറയണം. അന്നത്തെ കാലത്തും സിനിമ ഉണ്ടാകുന്ന അതിനെയൊന്നും ഇത്രയും വിമർശിച്ചിട്ടില്ല. നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, സിനിമ ഓർത്താൽ മതി. പിന്നെന്താ പറയാ, ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകളെ ടൈപ്പ് ഓഫ് അപ്പൊ ആ കണ്ടന്റ് ഇപ്പൊ സിനിമ കുറച്ച് മാറിയിട്ടുണ്ട്. ഇടയിൽ ഒരു വലിയൊരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയി. ഇടയിൽ ഒരു കാലത്ത് സിനിമയിൽ മാറുന്നില്ല ചില കാര്യങ്ങൾ. ലിപ് ലോക്ക് ഒക്കെ സിനിമയിൽ കാണിക്കുന്ന എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രൈവറ്റ് ആയിട്ട് സ്പേസിൽ ഒരു ലവ് വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് സിനിമയിൽ എന്തുകൊണ്ടാണ് കാണിച്ച് ആൾക്കാരിലേക്ക് അത് കണ്ടന്റ് നമ്മള് കുട്ടികൾ കാണുന്നതല്ല സിനിമ. കാരണം കുട്ടികൾ സിനിമ ഒരു ഫാമിലി മൂവി കാണുമ്പോൾ പെട്ടെന്ന് ഒരു ലിപ് ലോക്ക് സീൻ വരുമ്പോൾ അത് ഇതൊരു ബാഡ് ഇമേജ് ആയി മാറും. അതെങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ, ലിപ് ലോക്ക് അത്രയ്ക്ക് മോശമായ ഒരു സംഭവമാണ്? അതല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞ ഒരു സിനിമയിൽ ഒരു സീക്വൻസില് ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് കാണുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായി, എനിക്ക് പറഞ്ഞുതരാം. പേഴ്സണലി സിനിമയല്ല, പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച കഥയാണ്. പറഞ്ഞാൽ ഈ ഞാൻ ട്രാവൽ ചെയ്യുമല്ലോ, ഇപ്പോഴാണ് കാറിലും യൂബറിലൊക്കെ പോയിക്കൊണ്ടുപോയി. ഒരു സമയത്ത് വയറിലായ സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സമയം പറയും 6 മാസം മുന്നേ ഓർത്താം കറക്റ്റായിട്ട് പരിചയപ്പെടുന്ന മുന്നേ. അപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ ഫ്രഞ്ച് കിസ് ഫ്രണ്ട് സൈഡിൽ ഇറങ്ങുന്നതിന്റെ ബാക്കിൽ നിന്ന് ഇറങ്ങാം, ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. മനസ്സിലായി? സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങാം, ബാക്കിൽ നിന്ന് ഇറങ്ങാം. ബാക്കിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കാണിക്കുമ്പോ, ബസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ ആ വ്യക്തി എനിക്ക് തല്ലാൻ തോന്നി ശരിക്കും പറഞ്ഞു. കാരണം എനിക്കത് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ ഫ്രഞ്ച് കിസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫീൽ? കാരണം അപകർഷത ബോധമാണോ? ഞാൻ വിവാദപ്പെടുത്ത ഇത് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ നമ്മുടെ സമൂഹം കുറെയൊക്കെ പ്രോഗ്രസീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെയോ മറ്റേ മറൈൻ ഡ്രൈവിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കിസ് ഓഫ് ലവ് എന്താ പറയുക, എനിക്ക് ഓർമ്മയില്ല, എന്താ പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ ആണ് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്ന് കുറേ വിവാദങ്ങളുണ്ട്. ഇപ്പോൾ പുറത്ത് പണ്ടൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ മാറി അല്ലേ, സൊസൈറ്റി മാറി. പറയും. ഞാൻ ശരിക്കും ഒരു ഇന്റിമസി എന്ന് പറയാൻ പറ്റില്ല, റൊമാൻറ്റിക് ആയിട്ട് ഇടപെട്ട് വന്നിട്ടുണ്ട്. അതായത് പറയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നാലും പറയാം. 10ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോള് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഫ്രഞ്ച് കിസ് ആണോ? ഇഷ്ടപ്പെട്ടില്ല. ഫ്രഞ്ച് കിസ് ആയിരുന്നോ? ഫ്രഞ്ച് കിസ് ആണോ? കെട്ടിപ്പിടുത്തം നോക്കാം, ഭയങ്കര മുറുക്കി കെട്ടിപ്പിടിക്കാം. അതിപ്പോ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ പലരും പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. ശ്രീലക്ഷ്മിയുടെ കൂടെ ഒരു ലോഞ്ചിന് പരിപാടിക്ക് പോയപ്പോ സമയത്ത് വെറുതെ ഉമ്മ നോക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ അനുഭവിച്ചതാ. ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ പറയുന്നത് കിട്ടുമ്പോ എന്ത് സുഖമുണ്ടോ എനിക്കറിയില്ല. എനിക്ക് കെട്ടിപ്പിടിക്കുമ്പോ എനിക്ക് വലിയൊരു മനസ്സുഖമൊന്നും കിട്ടിയിട്ടൊന്നും. അത് വിവാദങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോകട്ടോ. കാരണം പറഞ്ഞ ആൾറെഡി അതിന്റെ കേസിൽ പറയുന്നുണ്ട് ഗേ ആണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ വയസ്സിൽ പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ചു, ഒരു ബലമായിട്ട് കെട്ടിപ്പിടിച്ചു. അതൊക്കെ തെറ്റാണ്. ചിലപ്പോ ആ പെൺകുട്ടിയുടെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാറുണ്ട്. എടാ ഞാൻ പറയട്ടെ, ഒരാളെ കെട്ടിപ്പിടിച്ചോണ്ടതൊരു മോശമാകുന്നില്ല. ഇപ്പൊ അറബി നാട്ടിൽ ചെന്നാ ഫസ്റ്റ് നമ്മൾ ഇതായിരിക്കും കാണിക്കുക. അവര് പക്ഷെ അതല്ല, ആണും പെണ്ണും എല്ലാം ഹഗ് ചെയ്താണ് കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ അങ്ങനെ തന്നെയാണല്ലോ, സെലിബ്രിറ്റീസ് ഇങ്ങനെയാണ് ഹഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കണ്ടിന്യൂസ് ബലമായിട്ട് ചെയ്യുന്ന തെറ്റല്ലേ? 10 മിനിറ്റ് ഒക്കെ പറഞ്ഞാൽ സത്യം തന്നെ. ഈ പ്രായത്തിൽ 10 വയസ്സിൽ ചിലപ്പോ ഒരു പക്ഷേ കുട്ടികളുടെ ഒരു ഇതായിരിക്കും, ചാബല്യമായിരിക്കും. അതൊരു കുട്ടീന്ന നിലയിൽ ഒരു ചാബല്യം. അത് താങ്കളെക്കാളും പ്രായം കൂടിയളാണോ? പ്രായം കൂടിയളാണോ കുറഞ്ഞ ആളായിരുന്നു? എങ്ങനെ ചെയ്യുക? സെയിം അതുപോലെയല്ലേ ചെയ്യുക. കൈ പിടിച്ചു കിടന്നത് എന്തോ ഞാൻ നിന്റെ കയ്യെ പിടിക്കാവുന്നുണ്ടോ? അതിന്റെ വർക്കാണ്, അതിനകത്ത് കൈ പിടിച്ചേക്കുന്ന പ്രശ്നം. കിസ് നീ ഇപ്പൊ എടുക്കണം. വായി വരുന്ന അങ്ങനെ പറയാൻ പറ്റത്തില്ല. കിസ് എടുക്ക്, ഞാൻ കിസ് ചെയ്തു, നീ എടുക്ക്. കണ്ടല്ലോ, അപ്പൊ തോന്നിയായിരിക്കും. അങ്ങനെ
തോന്നില്ലല്ലോ അലനെ. ഒരാളെ കുറിച്ച് അങ്ങനെ തോന്നാൻ പാടില്ല. കണ്ണി നേരിട്ട് കാണുന്ന കാര്യങ്ങളും ചെവിയിൽ നേരിട്ട് കേൾക്കുന്ന കാര്യങ്ങളും വിശ്വസിക്കാവൂ. അതിനകത്തൊരു വീഡിയോക്കകത്ത് നീ കിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നീ കാണിക്കും കിസ് ചെയ്തു. അതങ്ങനെ തോന്നുന്നേ, നിന്റെ ചിന്ത മൊത്തം അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നോണ്ടാ ഇവിടെ കിസ്സാ നടന്നേന്ന്. സംഭവം എന്താന്ന് പറഞ്ഞു ഇടയിൽ വെച്ചിട്ട് മഴ വന്നപ്പോൾ ഒന്ന് ചെറിയ കട്ട് ചെയ്യേണ്ടി വന്നു. അതായത് അലിൻ പറഞ്ഞു ഇപ്പോ ഈ സീക്വൻസിൽ ഒരു കിസ്സിങ് സീൻ ഉണ്ടായില്ല ഇന്നലത്തെ ഇതില് മറ്റേ ഒരു നെറ്റിൽ കിടക്കുന്ന വല കിടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിൽ അമൃതത്തിന്റെ പാട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സീക്വൻസിൽ കിസ് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ അലിൻ പറഞ്ഞു. അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞു അത് കിസ് അല്ല, അത് അടുത്ത് കിടക്കുന്ന സീക്വൻസ് മാത്രമാണ്, അത് ക്യാമറ ടെക്നിക്കലി ചെയ്തിട്ടില്ല, കാണിച്ചു തരാം പറഞ്ഞപ്പോൾ മൊബൈലിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. അപ്പോ ശരിക്കും പാട്ടില് കിസ് ഉണ്ട്, ഞങ്ങള് പക്ഷെ ചെയ്തിട്ടില്ല. ഞങ്ങള് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ മുഖം വെച്ചു, ഇങ്ങനെ വെച്ചേക്കുക, പുള്ളിയുടെ മുഖം ഇങ്ങോട്ടും എന്റെ മുഖം ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. എനിക്ക് താല്പര്യമില്ല, ഒരു റീലിന് വേണ്ടി എല്ലാവർക്കും കിസ് കൊടുക്കാൻ നടക്കുവാണോ ഞാൻ? അല്ല, അപ്പൊ ഒരു സീക്വൻസിൽ കിസ് ചെയ്യാൻ താല്പര്യം കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു. ഒരു സിനിമയിൽ വരുവാണെങ്കിലോ ഒരു ഇതിൽ വരുവാണെങ്കിലോ വീണ്ടും വിവാദങ്ങളാവുമോ? സിനിമ വരുമ്പോഴല്ലേ, സിനിമ വരുമ്പോ എനിക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്യും. വെബ് സീരീസോ ഇതോ ഇല്ല, ഷോർട്ട് ഫിലിമോ വരുന്നില്ല. കൃത്യമായും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ശ്രീലക്ഷ്മി. സിനിമയാണെങ്കിൽ വലിയ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി സിനിമയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഇവരോട് രണ്ട് സിനിമ വന്നു കഴിഞ്ഞാൽ ഏതൊരു സീൻ ഉണ്ടെന്ന് തോന്നി? എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ട് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് സ്റ്റോറികൾ. ടോവിനോ ഏത്? കിസ്സിങ്ങോ? കിസ്സിങ് ഞാൻ ആരെയും കൂടെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 6 സിനിമ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനകത്ത് ടോവിനോ ആണ് നായകനെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ആക്ടിങ്ങിലാണ് ഉദ്ദേശിച്ചത്. എനിക്ക് കിസ്സിങ് ഇപ്പൊ ഏതാണ് സീക്വൻസിൽ ഇപ്പൊ ആരാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കിസ്സിങ് സീൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. അത് ഫസ്റ്റ് തന്നെ അവർ പറയുമല്ലോ, നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് സീക്വൻസുകൾ എങ്ങനെയുണ്ട്, കുറച്ച് എക്സ്പോസ് സീൻസ് ഉണ്ട്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് താല്പര്യം മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ, അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പറയും ഞാനും പേഴ്സണലി ഒരു റീലി സീരിയസ് കഴിഞ്ഞു. അടുത്തത് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. ഏത് കിസ്സിങ്ങോ? ഏത് പ്ലാൻ ചെയ്ത് അടുത്ത വേറെ റീലേ? ഓ അങ്ങനെ, വേറെ കുട്ടിയായിട്ട്. വേറെ കുട്ടിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോറി. എന്നിട്ട് കിസ്സിങ്ങിനെ മൊത്തം കുറ്റം പറഞ്ഞ ആളാണ്. കിസ്സിങ് ഭയങ്കര കുറ്റമാണെന്ന് പറഞ്ഞ ആള് കിസ് ചെയ്യാൻ പോകും. അതല്ല, ഞാൻ കിസ് ചെയ്യുന്നില്ല, പെൺകുട്ടിയെ കൊണ്ട് എന്നെ കിസ് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് കിസ് ചെയ്തെന്താ? അതൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണട്ടെ അലന്റെ കഴിവുകൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഗേ ആണെന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആൾക്കാര്. അവർക്കുള്ള ഒരു ചുട്ട മറുപടി ആവട്ടെ, നമ്മളെ ഒരു ലിപ് ലോക്ക് സീന് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ വൈറലാകാനുള്ള ലാസ്റ്റ് 18ാമത്തെ അടവെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, കെട്ടിപ്പിടിക്കാൻ പറ്റുമോ, ഗസ്റ്റിംഗ് സീൻ ഓക്കെ ആണോ എന്ന് ആ കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. 2 കുട്ടികളുണ്ട്, 2 അല്ല 3. ഇതിന് മുന്നേ വരെ അവന് വർക്കുകളൊന്നും വന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുന്നിട്ട് ഇറങ്ങിയോണ്ടാണല്ലോ ഇപ്പൊ പെൺകുട്ടികളൊക്കെ വർക്ക്. അപ്പോ ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഒന്നാന്തരം ഫ്രഞ്ച് കിസ്സോ അല്ലെങ്കിൽ റഷ്യൻ കിസ്സോ ഒക്കെയാണ്, അല്ലാതെ ചുമ്മാ ഒരു പെൺകുട്ടി വന്നിട്ട് ഇവിടെ ലിപ്പില് അല്ലെ ഇവിടെ കിസ് ചെയ്ത് പോകുന്നത് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കും. കാരണം നല്ലൊരു കിസ്സിങ് സീന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഇവിടെ ചുട്ട മറുപടി ആവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അത് ചെയ്യൂ. കാരണം പറഞ്ഞാല് ഇപ്പൊ ഗേ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്കുള്ള കൃത്യമായ മറുപടി ആവട്ടെ. അത് ഒരു ഡാൻസ് കാര്യങ്ങളും മറ്റൊക്കെ എന്നാലും നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്, കഥകളിൽ അത് ആക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും മൊത്തത്തിൽ കാണിക്കില്ല, എന്നാലും ആ ഒരു ചുണ്ട് കടിക്കുന്ന സംഭവം കാണിക്കില്ലെങ്കിൽ സീക്വൻസ് കാണിക്കും. എന്തിനു പിള്ളേരൊക്കെ നന്നായി കടിക്കൂ. അപ്പൊ ലിപ് ലോക്ക് സീന് നന്നായി ചെയ്യൂ. കാരണം പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, താങ്കളുടെ കേസിൽ ഇപ്പൊ ഒരു നല്ലൊരു സീക്വൻസ് തരികയാണ്, അതിൽ ലിപ് ലോക്ക് സീന് വരണമെന്ന് പറഞ്ഞാല് ചെയ്യേണ്ടി വരില്ലേ നമുക്ക്? ആ സമയം നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇപ്പൊ നമ്മളെ എന്താണ് ഇമ്രാൻ ഹാഷ്മി, എന്താണ് കിസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ബോളിവുഡിലുള്ള അതേപോലത്തെ നമുക്കൊരു ട്രെൻഡിങ് ആവട്ടെ അല്ലേ? എന്തായാലും നമ്മൾ വിവാദങ്ങളുണ്ട്, അപ്പൊ കൂടുതൽ റീച്ച് വരട്ടെ, വീണ്ടും നമുക്ക് സോഷ്യൽ മീഡിയ കത്തിക്കാം അല്ലേ?
അതെ, അതെ. അത് നല്ലൊരു ഐഡിയ ആണ്. യെസ്, അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മിയോട് കുറച്ച് അവരുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റി ലൈഫിനെ പറ്റി കുറച്ച് പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ശ്രീലക്ഷ്മി ഒരുപാട് ഉൾപ്രദേശത്തിൽ നിന്നും അല്ലെ ഗ്രാമീണ പ്രദേശത്ത് നിന്നാണ് വരുന്നതാണോ അല്ലെ? വീട് അവിടെ നിന്നാണ് അല്ലേ? അവിടുന്ന് ഒരു സിറ്റി ലൈഫിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, മേക്ക് ഓവർ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പത്തനംതിട്ട ജില്ലയിലെ പോന്നി കഴിഞ്ഞിട്ട് കൊക്കാത്തോട് എന്ന് പറയും. നല്ല ഉൾപ്രദേശമാണ്, വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. കരണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം, ഞാനൊക്കെ മണ്ണവിളക്കിന്റെ വെട്ടത്തായിരുന്നു, കരണ്ട് വണ്ടി അങ്ങനൊന്നും ഇല്ല. ജീപ്പ് പോകുന്ന റോഡുണ്ട്, പക്ഷെ ജീപ്പുകളൊക്കെ പോകുള്ളൂ, അല്ലാതെ വണ്ടികളോ ബസ് ഇടയ്ക്ക് അങ്ങോട്ടൊരു ബസ് പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചൊരു ബസ് വരും, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അതും കുറെ സമയത്തേക്ക് ഒരു ബസ്സേ ഉള്ളായിരുന്നു. അതും ഞാൻ എന്റെ വീടിന്റെ അവിടെ നിന്നൊക്കെ കുറെ കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം ബസ് കയറി നാട്ടിലേക്ക് നമ്മളൊന്ന് ടൗണിലേക്ക് വരണമെങ്കിൽ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. അവിടെ ഒന്നും ആരും ജീൻസ് ഇടുക അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് ഡ്രസ്സ്, കുറച്ച് ലിപ്സ്റ്റിക്ക്, അതൊക്കെ ഭയങ്കര എന്തോ സംഭവമാണ് അവിടെ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോഴും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ജീവിച്ചോണ്ട് അങ്ങനെ തന്നെ പോന്നോണ്ടിരുന്നേ. ഇനി കുറച്ചുകൂടെ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റിയെടുത്തു. എന്നെ തന്നെ ഒന്ന് മാറ്റി, നാടൻ ഗേളിൽ നിന്നും മോഡേൺ ഗേളിലേക്ക് അല്ലേ? എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ ധരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്തയിൽ ഞാനിങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആൾക്കാരെന്ത് വിചാരിച്ചാലെന്താ, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോഴേ ഞാനാവുള്ളൂ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചാൽ ഒരിക്കലും ഞാനാവാൻ എനിക്ക് എല്ലാവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടു, അങ്ങനെ ഞാൻ ഇങ്ങനെ മാറി. ഇതിപ്പോ ഈ വീഡിയോക്ക് ശേഷമാണ് ഈ മുടി സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തത്? ആദ്യം നല്ല ചുരുണ്ട മുടിയായിരുന്നു ഫസ്റ്റ് സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തു, പിന്നെ ഇപ്പൊ ഒന്ന് വൃത്തിയാക്കി. മുടി പെർമനന്റ് സ്ട്രൈറ്റർ ആണ് ചെയ്തത്? അപ്പം ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടം സാരിയാണ്. സാരി പിന്നെ കണ്ടിട്ടുണ്ട്, നല്ല ലുക്ക് ഉണ്ട്. ഏറ്റവും ഇഷ്ടം സാരിയാണ്. കഴിവത് ഞാൻ സാരി ഉടുത്ത് എവിടെയും പോവാൻ നോക്കാറ്. മോഡേൺ ഡ്രസ്സും ഇടും, മോഡേൺ ഡ്രസ് എല്ലാം ഇടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് എന്ന് വെച്ചാൽ സാരി. ഞാനും പ്രതീക്ഷിച്ചു സാരി ഉടുത്തിട്ടായിരിക്കും വരുന്നത്. അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ സാരിയിൽ നല്ല ലുക്ക് ഉണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ സാരി പറയാൻ വിട്ടുപോയതായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ കളറില് ഫാഷൻ ഡ്രസ് ഇടാൻ പറഞ്ഞപ്പോ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇടണമെന്ന് എപ്പോഴും പറയും. ഞാൻ ഇപ്പൊ പറയാം അതെന്തിനാണ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടണമല്ലോ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്. പിന്നെ ഇന്ന് ഒരുപോലെ കളറൊക്കെ ഏകദേശം വന്നു തോന്നുന്നു അല്ലേ? ഒരു പച്ച ചിപ്പൊക്കെ. ഇതിനിടയിൽ കോമഡി ഉണ്ടായല്ലോ, നമ്മൾ ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ദിവസത്തെ രാത്രിത്തെ വീഡിയോ ആണ് അത് വേറെ ദിവസം മറ്റേ റിസപ്ഷന് പോയ സമയത്ത് പപ്പടം വായിലോട്ട് തരം നോക്കിയതും വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ഉള്ളു അല്ലേ? അത് വലിയ റീച്ച് ഉള്ള ഒരു ട്രോൾ തന്നെയാണ് അത് അല്ലേ? നല്ല റീച്ച് വന്നു ആ സാധനത്തിന് പപ്പടം. അയ്യോ നല്ല രസമായിരുന്നു. അല്ലടാ, ഒന്നാമത് എനിക്ക് കമ്പി വാല് ഇത് കിട്ടിയേക്കുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാൾ തന്നു, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ വാരി കൊടുക്കുക, വാരി തന്നു, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ അങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞ് മറ്റേ ഒരാള് മറ്റേ ഫ്രണ്ട്ലി അപ്രോച്ച് നിൽക്കുന്ന ഒരാള് വേറെ രീതിയിലാവുന്നു ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും അതങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരാൾ വാരി തരുന്നതോ അല്ലെ ഞാൻ വാരി കൊടുക്കുന്നത് കുറെ പൂനാച്ചം കാണിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്റേതായ രീതിയിൽ നിൽക്കാനാണ് ഇഷ്ടം. വാരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാരി എന്താ അവന് കയ്യില്ലേ, വാരി തിന്നൂടെ? ഞാൻ എന്തിനാ വാരി കൊടുക്കുന്നത്? അല്ലെ അവൻ എനിക്ക് എന്തിനാ വാരി തരുന്നത്? അതിന്റെ പല്ലൊന്നും പറ്റില്ല, താഴെ ഇങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നു കുറച്ച് അപ്പൊ അതൊന്നും അടുക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കും. ട്രാൻസ്പെറന്റ് ബ്രേസസ് വരുന്നു, ബ്രേസസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആയിട്ടില്ല നമ്മള്. അത് നല്ല ക്യാഷ് ഉണ്ട്. അടുത്ത തന്നെ എത്തുന്നതായിരിക്കും അല്ലേ? പ്രോഗ്രാമുകൾ കിട്ടുന്നതനുസരിച്ച്, സിനിമകൾ കിട്ടുന്നതനുസരിച്ചിട്ടും നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അല്ലേ? പാട്ട് പാടും? ഇല്ല, എനിക്ക് അത് മൂളിപ്പാട്ടാക്കണം, നല്ല പാട്ടന്നെ ആയിക്കോട്ടെ. കാരണം എന്തിനാണ് അത്? ചെറിയൊരു ട്രൈ നടത്തിയത് ഒരു ഇന്റർവ്യൂവിനകത്ത് പാടുന്നുണ്ട്. നമ്മളൊരു വർക്കില് ഒരു ഫീമെയിൽ വേർഷൻ
പാടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. എനിക്ക് എല്ലാ പാട്ടിന്റെ ആകെ 2 വരി അത്രേ അറിയത്തുള്ളൂ. എന്നാലും ഒരു 2 വരി പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് തുമ്പയും തുളസി. ആ പാട്ടാണ് ഞാൻ എവിടെയും ഇങ്ങനെ മൂളാറുള്ളതാ. ഇല്ലടാ, അത് കേൾക്കുമ്പോ എല്ലാരും വേഗം ഇവക്ക് എപ്പോഴും ഇതേ ഉള്ള പാടാനൊന്നും. പക്ഷെ എനിക്ക് ആ പാട്ടിനോട് ഭയങ്കര പ്രിയമാണ്. പിന്നെന്താ അറിയാതെ അറിയാതെ നീ പോയ ചല്ലേ മറുവാക്ക് കേൾക്കാനില്ല. എനിക്കറിയില്ല. എനിക്കറിയാവുന്നതാണ്. വീണ്ടും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ തിരിയും. എനിക്കറിയില്ല. അടിപൊളി പാട്ടല്ലേ, നല്ല. സോറി, ലിറിക്സ് അറിയാതെ കൊണ്ട് തെറ്റി പാടിയിട്ട് ക്ഷമിക്കണം. അതെ, എനിക്കും അറിയത്തില്ല. പിന്നെ വീഡിയോ ട്രോൾസ് ട്രോൾ വന്നപ്പോ ഒരു ചെറിയ ഷോർട്ടിലേക്ക് വന്നൊരു പാട്ടാണ്. അത് ഞാൻ പാടാം. ഞാൻ പാടുന്ന പാട്ടാണ്. എനിക്ക് ഇത് ജയസൂര്യന്റെ പാട്ടാണ്. നമ്മൾ ചേച്ചിയുണ്ട് നേരെ എനിക്ക് കൂട്ടാനൊരു കുട്ടിരുന്നൊരു കിളി ആമ്പലപ്രിയ കണ്ടാൽ കിളി കണ്ടാൽ ഉടയല്ലേ ചിരി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. മനസ്സിലായോ? പെട്ടെന്ന് അവൻ എൻജോയ് ചെയ്ത് അങ്ങനെ നിന്നാലും അവന് പാട്ട് ഡാൻസ് ഒക്കെ അവന് ഭയങ്കര സന്തോഷം കൊടുക്കുന്നു. അപ്പൊ അലന് സന്തോഷം കൊടുക്കുന്നതൊക്കെ അലൻ ചെയ്യുക അല്ലേ? നല്ല കാര്യം. കാര്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഏത് കാലത്ത് സ്ട്രെസ് അടിച്ച കാര്യമില്ല. മറ്റേ ഈ ഒറിജിനൽ പാട്ടുമായിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു? ആ രീതിയിൽ വന്നിട്ടുണ്ടോ ചെറുപാട്ടെങ്കിലും? എടാ, ഒരിക്കലും ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇപ്പൊ അതുപോലെ ഒരു പാട്ടുകാരൻ നമുക്കാവാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടി എന്ന് വെച്ചാൽ ഉർവശി മാമാണ്. ഒരിക്കലും എനിക്ക് ഉർവശി മാമ ആവാൻ പറ്റില്ല. കാവ്യ ചേച്ചി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എപ്പോഴും അന്നും ഇന്ന് എന്നും ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും. എനിക്ക് ഉർവശി മാമിനെ സിനിമകളൊക്കെ വലിയ രീതിയിൽ ഓടുന്നില്ലല്ലോ. അതിനെ കുറിച്ചൊന്നും എനിക്ക് കാലഘട്ടത്തില് ഉർവശി മാമിന്റെ ഫിലിംസ് അല്ലേ ട്രെൻഡിങ് ആയിരുന്നു. വന്ന സിനിമ ഉള്ളൊക്കെ പാർവതി ചേച്ചിയൊക്കെ. അപ്പൊ അത് ഇപ്പൊ ഈ അടുത്തൊരു മറ്റേ മന്ത്രിയായിട്ട് അഭിനയിച്ച സിനിമ അത് ഫ്ലോപ്പാ. ഓക്കെ, അല്ല അത് ചിലപ്പോ കഥയുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കാര്യം. പക്ഷെ മാഡത്തിന്റെ സിനിമ അങ്ങനെ വന്നപ്പോ സെറ്റ്. ഓക്കെ, ജലധാര സെറ്റ്. തനുഷയുടെ ഫസ്റ്റ് മൂവിയൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഈ കാഴ്ച പിന്നെ മിസ്റ്റർ മരുമനൊക്കെ ഹിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോ ആർട്ടിസ്റ്റിലും തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് ഇല്ലേ, അത് കേൾക്കാനാണ് പലരും എന്റെ അടുത്ത് പല കഥകളും വന്നതാ. ഇപ്പൊ വയർലൈൻ ഒരുപാട് കഥകൾ വന്നിട്ട് നമുക്ക് ആ ക്യാരക്ടർ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നരബലി പോലത്തെ സബ്ജക്ട് ഒക്കെ എനിക്ക് വന്നതാ. പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്തു. കാരണം ഡയറക്ടറും പറഞ്ഞു എനിക്ക് അത്ര ആക്ടിങ് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് നല്ല സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യും. നമ്മൾ ചെറുതാണെങ്കിലും ചെറിയ സിനിമകളിൽ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഗുലാന്റെ തട്ടുകട നായകൻ ഷെഫ് പിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുലാൻ തട്ടുകട എന്ന സിനിമയിൽ അത്യാവശ്യം ഒരു ഹോട്ടൽ സീക്വൻസ് ആണെങ്കിലും അതൊരു വില്ലന്റെ സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്ന ആക്ടറായിരുന്നു. പോലീസ് വേഷത്തിലൊക്കെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ ആ ആർട്ടിസ്റ്റൊപ്പം നമുക്ക് ഡയലോഗ് ഡെലിവറി ഉണ്ട്. പിന്നെ ഈ കറുത്ത ആൾക്കാരോട് അഭിനയിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവരുടെ ഉള്ളൊരു മറുപടി ആ സിനിമയിലുണ്ട്. കാരണം നമ്മള് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ വിളിച്ചപ്പോ പല ആൾക്കാരും സിനിമയിലേക്ക് വന്നില്ല. കാരണം എന്റെ കൂടെ ഒരു ലേഡി വേണമെന്ന് പറഞ്ഞു സിനിമയിൽ, ഗുലാന്റെ സിനിമയിൽ. അപ്പൊ അത് മായടിക്കുന്ന ഒരു അടിച്ചാ ചെയ്തത്. ബ്ലാക്ക് ബ്യൂട്ടിയാ. എന്നാലും കുറ്റം പറയുന്നതല്ല. പക്ഷെ എന്റെ ഒപ്പം നിറമുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ നോ എന്നാ പറഞ്ഞത്. താങ്കളോട് റീൽ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ സിനിമയിൽ ഒരു സംഭവം ഒരു എന്താ പറയാ ചായ കുടിക്കുന്ന സീൻ ചെയ്യാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞു. സെലക്ഷൻ വിളിക്കായിരുന്നില്ലേ ആ സീക്വൻസിൽ എടുക്കാൻ? അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലേ, പരിചയപ്പെടുത്തില്ല. ചോദിക്കുന്നുണ്ട്. നാളൊരു സിനിമയില് ചായ കുടിക്കുന്ന സീനോ? ചായ കുടിക്കുന്നല്ല, ഒരു കോമ്പിനേഷൻ സീൻ. കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ
ഈ ബേക്കറി ഇരുന്നൊരു ഒരു കാമുകൻ വർത്തമാനം പറയുന്നതായിട്ടുള്ള സീക്വൻസ് സിനിമയിൽ നമുക്കൊരു പെയറിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യുമില്ലേ? ഡയലോഗ് ഉണ്ടെങ്കിൽ ചെയ്യും, അല്ല ചുമ്മാ ചായ കുടിക്കാൻ. അതാ ചോദിച്ചത്. പറഞ്ഞാൽ ഇപ്പൊ കപ്പിൾസ് ആയിട്ട് അഭിനയിക്കാലോ, ലവേഴ്സ് ആയിട്ട് അഭിനയിക്കാലോ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ചെയ്യാലോ. പറയൂ. ഞാൻ ചോദിച്ചത് എന്റെ കൂടെ ഒരു പെയറിംഗ് ഇപ്പൊ റീൽ ചെയ്തു, ഓക്കെ ഗുഡ്. ബട്ട് ആഫ്റ്റർ ഫിലിമില് സീരിയലിലൊക്കെ ഒരു നല്ലൊരു പെയറിംഗ് ഒരു റോള് വിളിച്ചു കഴിഞ്ഞാൽ ഡയലോഗ്സ് ഉള്ള സംഭവം എന്റെ ഒപ്പം ഓക്കെ ആവും? തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ ഒരു വർക്കായിട്ടാ കാണുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, പലരും കമന്റിൽ ചോദിക്കുന്നത് ഈ റീൽ കഴിഞ്ഞാൽ ഇവന് ഇവിടെ അഭിനയിക്കില്ല, ഇവിടെ കഥ തരുന്നു പറഞ്ഞു. ചെയ്യും, എന്താ വർക്കല്ലേ? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നല്ല വർക്കാണ്, നമ്മുടെ മാച്ചിങ് ആണ്, ചെയ്യണമല്ലോ, ഡെഫിനറ്റ്ലി ചെയ്യണമല്ലോ, അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ. അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ചോദിക്കുന്ന ഒരു സംഭവം, ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അങ്ങനെ ഒരു സംഭവം വന്നാൽ ചെയ്യും, ഉറപ്പായിട്ടും. ഡെഫിനറ്റ് ആയിട്ടും. അതിൽ മറ്റേ ഈ പറയുന്ന റീലിൽ നമ്മളൊരു കോമഡി രീതി ചെയ്തല്ല, ആ ഒരു കല്യാണത്തിന് കൂടി കാണുമ്പോൾ തന്നെ അറിയാം കോമഡി രീതി. അപ്പോ സീരിയസ് ആയിട്ട് സിനിമ അല്ലെങ്കിൽ സീരിയൽ ഷോർട്ട് ഫിലിമിലേക്ക് ആ ഒരു ക്യാരക്ടർ ആ ഒരു കഥയ്ക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറഞ്ഞ് നിൽക്കില്ലേ? നിക്കും. എന്ത് അല്ല ഞാൻ പറഞ്ഞത് ഒരു അഭിനയത്തിന്റെ രീതിയിൽ നിൽക്കും. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇന്റിമേറ്റ് സീനാണോ ഉദ്ദേശിച്ചത്? അതിനാണോ ഈ വളച്ചൊടിച്ച് ഇങ്ങനെ വരുമ്പോ കാണുമ്പോ ഞങ്ങൾക്ക് ഒരു ഡൗട്ട്, അതാണോ ഉദ്ദേശിച്ചത്? അല്ലല്ലോ, അല്ലല്ലോ, നോർമൽ സീനല്ലേ ഉദ്ദേശിച്ചത്? അത് ഓക്കെ ആയിരിക്കും, ഡെഫിനറ്റ്ലി. കോമ്പിനേഷൻ ആയിട്ട് നോർമൽ കോമ്പിനേഷൻ സീൻ ആണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. വിളിക്കുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇൻക്വയറി നടത്തുന്നുണ്ടാവും. അപ്പൊ ഒരു റിയൽ ആയിട്ട് ആ എൻക്വയറി സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡയലോഗ് വാങ്ങിക്കൊടുക്കൂ. അതെ, നല്ല ഡയലോഗ്, നല്ല ലെങ്ത് ഉള്ള സീക്വൻസ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മറ്റേ പ്രഷറുടെ മുമ്പിലേക്ക് നമുക്ക് കിട്ടുന്നു. അപ്പോ ഈ സിനിമകളിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ ആൾക്കാർ ഒരുപാട് പേര് കാണുമല്ലോ, ഇതിലും കൂടുതൽ ആൾക്കാർ കാണുമല്ലോ സീനിലാണെങ്കിൽ. അപ്പൊ ഒരു പേടിയില്ല. എനിക്കെന്താ പേടി? പേടിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങൂടാ ഈ ഒരു ഫിലിം ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണോ, അല്ലെ ഒരു വലിയ നടിയാണോ എന്ന സ്വപ്നമായിട്ട് ഇറങ്ങില്ല. എനിക്ക് വീട്ടിൽ കൂട്ടിയിരുന്നാ പോലെ. എനിക്ക് പേടിയാണ്. അല്ല ഞാൻ ചോദിച്ചത് എന്റെ കൂടെ ഒരു സംഭവം, നിന്റെ കൂടെ പേടിയുണ്ട്, ഒരു കല്യാണ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് പേടി സീക്വൻസ് അല്ലല്ലോ. ഇതിനുള്ളിൽ എന്താ ക്ലിയർ ആവുന്നത്? ക്ലിയർ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. താൻ പറഞ്ഞല്ലോ മറ്റേ തന്റെ കുറച്ച് ഫ്രണ്ട്സുകള് കണ്ടപ്പോ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു. എന്നെ അംഗീകരിക്കുന്ന, എന്നെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കൂടെ നിന്നാ മതി. അല്ലാതെ പലന്റെ കൂടെ വീഡിയോ ചെയ്തു എനിക്ക് നാണക്കേടാ ഇനി നിന്റെ കൂടെ പറഞ്ഞ് പോകുന്നവർക്ക് ഇതാ അങ്ങോട്ട് പോവാം. ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരോട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്നോ ഒന്ന് അഭിനയിച്ച് പോയി. ഇപ്പൊ നാളെ ഒരു സംഭവങ്ങള് ഇപ്പൊ സിനിമകളിൽ ഞാൻ പറഞ്ഞല്ലോ, മായടിക്ക് വന്നാലെന്ന് മറ്റേ ഇതിൽ അഭിനയിച്ചത് പേരിങ്ങുള്ള അതല്ല സീക്വൻസിൽ നല്ല അടിച്ച് നമ്മൾ അഭിനയിക്കും പോകും. അല്ലാണ്ട് നമ്മൾ ഈ നമ്പർ വിളിക്കാറില്ല, വിളിക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മെസ്സേജ് അടിക്കാറില്ല, പ്രത്യേകിച്ച്. അത് ശരിയാട്ടോ, അത് ശരിയാ. അലനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അലൻ ഹായ് അയക്കും. ഞാൻ ഹായ് അലനെ സുഖമാണ് ശ്രീലക്ഷ്മിക്ക് സുഖമാണോ കഴിഞ്ഞു അക്കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ് അലൻ. എന്നോട് ഇന്ന് വരെ ഒരു മോശമായ ഒരു കാര്യം പറയുവോ സംസാരിക്കുവോ അല്ലെങ്കിൽ ഇനി അലനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ വെക്കില്ല, അത്രയ്ക്ക് അവൻ മോശക്കാരനാന്ന് പറയാൻ അവന്റെ ഭാഗത്തുനിന്ന് എനിക്ക് യാതൊരു വിധ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അലൻ നല്ലതാണ്. നിങ്ങൾ ഇത് കേൾക്കുവിൻ. അലൻ ജോസ് പെരേരയെ പറ്റിയിട്ട് വല്ലൊരു വാക്കൊരു പെൺകുട്ടി പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ് അലൻ. അത് പറയാനുള്ളത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ലേഡി എങ്ങനെ ബിഹേവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും തിരിച്ചും. അതെ അതെ, നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുത്താലേ ഇങ്ങോട്ട് അങ്ങനെ വരുള്ളൂ. അലിൻ ജോസ് എന്ന് പറഞ്ഞാൽ എന്റെ ബിഹേവിങ് പോലെ ആയിരിക്കൂല വേറൊരു ആർട്ടിസ്റ്റ് പെരുമാറുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. സത്യമാണ് അലൻ പറഞ്ഞത്. നമ്മള് നിങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർ നിൽക്കില്ലേ. അല്ല, നിങ്ങൾക്ക് ഇത് ചോദിച്ചതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, സ്ലൈറ്റ്ലി വിവാദപരമാണ്. ഈ അഭിനയം നമ്മൾ ഈ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലൊക്കെ ഒരുപാട് ചൂഷണങ്ങളുള്ള മേഖലയാണെന്ന് പറഞ്ഞാൽ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു, ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം ആൾറെഡി ഉണ്ടല്ലോ പലതരത്തിലുള്ളതും. ഞാൻ അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടൊന്നും അതിനെ പറ്റിയിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയുന്ന ആൾക്കാരെ പറ്റിയിട്ടോ വിവാദങ്ങളെ പറ്റിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയണ്ട, നമുക്കൊരു ഇതാകണ്ട. പക്ഷെ ഞാൻ പറയുന്ന കാര്യം
വിഷയം വന്നപ്പോഴാണ് എനിക്കത് ഒരു കേസ് വന്നത്. ടോപ്പിക് എടുത്തത് അതുകൊണ്ടാണ് ഇപ്പൊ എടുത്തിട്ടത്. ഒന്നുകൂടെ കേസ് വരട്ടോ. അല്ലല്ലോ നമുക്ക് ആൾക്കാരൊക്കെ അതെ 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 അല്ല, ഞാൻ അതിനെ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞ ഓവറോൾ ആയിട്ട് ഒരു കരക്കമ്പി എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ആവശ്യമില്ലാത്ത ഒരു വിവാദങ്ങൾ നമുക്ക് അറിയാം. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇൻഡസ്ട്രിയിൽ സേഫ് ആണെന്ന് അറിയാം. എങ്കിലും ഏതെങ്കിലും രീതിയിൽ വളരെ എല്ലാവരുടെയും ചില മറ്റേ ഇതൊക്കെ ഒരു പാഴ് ജീവികൾ ഉണ്ടാവുമല്ലോ എല്ലാ ഭാഗത്തും, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ 1000-ൽ 1-2 ആൾക്കാർ ചിലപ്പോൾ മോശമായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ശ്രീലക്ഷ്മിക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും സെറ്റുകളിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും സിനിമ സ്റ്റാറുകളിൽ നിന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഡയറക്ടേഴ്സിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും? എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല വശങ്ങളും മോശ വശങ്ങളും. ഞാൻ ഈ ഫിലിം എന്ന സ്വപ്നമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത് ഇതെന്റെ 2ാമത്തെ വർഷം. ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഒരു ഫിലിമിൽ ഒരു തഗ്ഗെന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെന്നോട് മോശമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കൊട്ടിയ വാതിലുകളിലൊക്കെ പകുതിയും എന്നോട് മോശം പറഞ്ഞിട്ടുള്ളവരാ. എന്താണ് പറഞ്ഞത്? വിവാദങ്ങളൊക്കെ തിരികൊളുത്തുകയാണെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ശ്രീലക്ഷ്മി പറയട്ടെ, ആരുടെ പേരും പറയണ്ട. പക്ഷെ എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ എന്താണ് അവര് ഉദ്ദേശിച്ചെന്നുള്ളത് തുറന്നു പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോളൂ. തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് മീൻസ് അവരെന്താ ഉദ്ദേശിക്കുന്നത് അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ അത് പറ്റത്തില്ല, അല്ലാതൊരു വേഷം തരുമോന്ന് ചോദിച്ചപ്പോ വിളിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ വിളിയും പറച്ചിലൊന്നുമില്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെങ്കിലുമൊക്കെ എത്തി നിന്നേനെയായിരുന്നു. ഞാൻ ഒന്നിനും തയ്യാറല്ലാത്തതുകൊണ്ട് 2 വർഷം കൊണ്ട് ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അലൻ ജോസ് ഒരുപാട് ഭേദമാണ്. അത് വെച്ച് നോക്കുമ്പോ അലനാണ് ശരിക്കും ഹീറോ. അതിന് അഡ്ജസ്റ്റ്മെന്റും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ സോഷ്യൽ മീഡിയ, നമുക്ക് വളർന്നു വരാൻ സോഷ്യൽ മീഡിയ നല്ലതാണ്. ഈ മറ്റുള്ളവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരുടെ മുന്നിൽ പോയി ചണ്ടിയായി കിടക്കുന്നതിനെക്കാട്ടി നല്ല ഞാൻ സ്വന്തമായിട്ട് കുറെ റീലും ചെയ്ത് ഞാൻ തന്നെ കയറി വരുന്നതാണ് നല്ലത്. അതെ അതെ കറക്റ്റ്. കാരണം നമുക്കൊരു സ്റ്റാർ വാല്യൂ വന്ന ശേഷം നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ റെസ്പെക്ട്, നമ്മൾ ചാൻസ് ചോദിച്ചു പോകുമ്പോൾ റെസ്പെക്ട് ഡിഫറെന്റ് ആണ്. ആദ്യം ഈ ഫീൽഡിലേക്ക് വരുമ്പോ ഒരുപാട് എനിക്ക് ഡിപ്രഷൻ അങ്ങേ അറ്റം വരെ വന്ന് റൂമിനകത്ത് കുത്തി ഇരുന്നിട്ടുണ്ട്. ഞാൻ എങ്ങും എത്തില്ല, എന്നെ ആരും വിളിക്കില്ല. എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നവരൊക്കെ എന്നോട് ഇപ്പൊ സിനിമയിൽ ഡയറക്ടർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറെ ആൾക്കാരുടെ കാലം കയ്യെ പിടിക്കണം. ഇങ്ങനെ മൂലയ്ക്ക് കിടക്കുന്ന ആൾക്കാർ വരെ ആദ്യമേ ചോദിക്കുന്നത് ഇങ്ങനാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം, അങ്ങനാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞാൻ അവിടം വരെ എത്തണമെങ്കിൽ എത്ര പേരെ പരിചയപ്പെട്ട് ഇങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് വേണം എത്താൻ. ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന രീതിയിലേക്കാണ് ചില ആൾക്കാരുടെ അല്ലേ യൂട്ടിലൈസേഷൻ, ഏത് ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറല്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു നല്ല പ്രവണതയില്ല. കാരണം പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ 99.99% നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. അതിന്റെ ഇടയിൽ കുറച്ച് പേരാണ് ഈ നശിപ്പിക്കുന്ന ഈ മൊത്തം ഇമേജിനെ നശിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷെ ചിലപ്പോ ഈ സിനിമ ഫീൽഡിൽ അങ്ങ് നിൽക്കുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും ഇതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. ഈ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അങ്ങേ മൂലിക്കുന്ന വേണം നമ്മൾ ഇങ്ങനെ എത്താൻ, അവിടുന്നേ തുടങ്ങും. പക്ഷെ ഇവിടെ വരുമ്പോ ഒന്നും കാണത്തില്ല. ഇവിടെ വരുമ്പോ നമ്മൾ സേഫ് ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ സേഫ് അല്ല. അവിടെ നമ്മൾ ഇതിലേക്ക് എത്തണമെങ്കിൽ കൊറേ ഇങ്ങനത്തെ പറ്റില്ല ഏട്ടാന്ന് പറഞ്ഞ എന്നാ വിളിക്കാം. പിന്നെ വിളിയില്ല, പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ അത് കഴിഞ്ഞു. എനിക്കൊരിക്കലും നായികയാകണം അങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യാനാണ് ഇഷ്ടം. ക്യാരക്ടർ വേഷം ചോദിച്ചപ്പോഴാണോ ഇത് പറഞ്ഞത്? ആവശ്യമില്ലല്ലോ. അല്ല, ഒരു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോ അതൊരു വേഷമല്ലേ. അപ്പൊ അവര് ചോദിക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. നല്ലൊരു പ്രൊഡ്യൂസർ, നല്ലൊരു മനോഭാവമുള്ള ഒരു ലേഡി പ്രൊഡ്യൂസർ ഞാൻ പറയുള്ളൂ. കാരണം എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. കാരണം സന്തോഷ് പണിറ്റ് വന്നപ്പോ ഒരുപാട് വ്യത്യാസം വന്ന പോലെ സിനിമ മേഖലയിലേക്കും ഒരു ശ്രീ ശാസ്ത്രി എന്ന് പറയട്ടെ ഒന്നുണ്ട്. അടുത്ത് തന്നെ ഒരു ഇറങ്ങിയൊരു പടത്തില്, ഞാൻ പേര് പറയുന്നില്ല, അതില് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ലേഡി പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ കണ്ടിരുന്നതാണ്, അവരോട് സംസാരിച്ചിരുന്നത്. അങ്ങനെ നല്ല കഴിവുള്ള ഒരു ലേഡിയാണ് അടുത്ത ഇതിലും വരുന്നുണ്ട്. സ്ത്രീകള് ഇതിലേക്ക് വന്നിട്ട് അഞ്ജലി മാം ഇല്ലേ, ടെക്നീഷ്യന്മാരെ കുറച്ചോട്ടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിനിമകൾ ചെയ്യും. കാരണം തിയേറ്റർ കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ടാവും. അത് ഒന്നും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഒരുപാട് പടങ്ങൾ ഇപ്പോ എന്താ പറയാ
സാന്ദ്ര തോമസ് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ, നല്ല ലിസ്റ്റിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ വിഷമമുണ്ട്. കാരണം രണ്ടുപേരും നമ്മൾ അടുത്ത് പോയി കണ്ട് സംസാരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടുപേരും കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടോ അവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്നു. കാരണം നമ്മളിവിടെ പറഞ്ഞ കാര്യമില്ല, എന്നാലും നമ്മൾ സിനിമയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാണ് അവരുടെ പേര് ഞാൻ പറയുന്നത്. കാരണം ഈ സന്തോഷ് വർഗീയെ അറസ്റ്റ് ചെയ്തൊരു സമയമുണ്ട്. ടോപ്പിക് അല്ല ഞാൻ പറയാം. അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച അറിയാല്ലേ, ജയിലിൽ കൊണ്ട് ഇട്ടു. ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞ പോയിന്റ് കുറവുണ്ട്. പോയിന്റ് എന്താ ഞാൻ പറയാനുള്ള. അപ്പോ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സഹായിച്ചു ഹെൽപ്പ് ചെയ്തു. മീഡിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു കൊച്ചിക്കാരനാണ് ഹെൽപ്പ് ചെയ്തത് മെയിനായിട്ട്. വക്കീലിനെ പോയി കാണുകയും പെങ്ങന്മാരായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ ഈ ഇറങ്ങുന്നില്ല എന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരുപാട് പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയി, പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ചിനും. അവിടെ ദിലീപ് എന്നുള്ള സംഭവം വീഡിയോ ഉണ്ട് യൂട്യൂബില്. അപ്പോ സ്റ്റീഫൻ എന്നൊരു രാജുവിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണ്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു പവർഫുൾ മാൻ എന്ന് പറയാം. അപ്പൊ ആ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താണ് ഇത് കാണിക്കുന്നത്, ഈ ആർട്ടിനെ പിടിച്ച് ജയിലിട്ട് പുള്ളിക്ക് അറിയാതെ സൈക്കോ ക്യാരക്ടർ എന്നൊക്കെ അറിയാമല്ലോ, പുള്ളിക്ക് ചില മെന്റൽ പ്രശ്നം കൊണ്ട് പൊട്ടത്തരം പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ വെച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇറക്കാൻ വേണ്ടിയാണ്, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ പുള്ളി ഇറക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കാരണം ചേട്ടാ എന്താണ് കാണിക്കുന്നത്, പുള്ളി സിനിമയ്ക്ക് വേണ്ടി എന്തോരം റിവ്യൂ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പുള്ളിയുടെ സ്റ്റുഡിയോ ഞാൻ ചോദിച്ചാൽ ക്രിസ്ത്യാനോട്. കാരണം ഒരുപാട് പേര് ഇത് സിനിമാക്കാരോട് ചോദിച്ചു എന്ന് പറയണമെങ്കിലും, പക്ഷെ ഞാനാണ് ചോദിച്ചത്. മനസ്സിലായി, ഞാൻ ചോദിച്ചു, ഡിസ്റ്റൻസ് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ പുള്ളി ഇറങ്ങി. പക്ഷെ സന്തോഷ് വർക്കിന്ന് ആളെണ്ണം പറയുന്നത് പുള്ളി പൈസ ഇറക്കിക്കൊണ്ടാ പുള്ളി ഇറക്കിയുള്ളൂ. പക്ഷെ സിനിമയിൽ ഹോളുണ്ട്, ചേട്ടൻ അറിയാല്ല. ഈ അമ്മ എന്നുള്ള സംഘടനയില് പലരും ഇപ്പൊ എന്നെയും പേഴ്സണലി അറിയാം. പക്ഷെ എല്ലാവരും പേരെടുത്ത് പറയണമെന്നില്ല. ഇപ്പോ സന്തോഷ് വർക്കിന്റെ ഇഷ്യൂ വന്നപ്പോൾ അവിടെ ഒരു ചർച്ച വന്നിരുന്നു. ഞാൻ കേട്ടതാണ്, പുറത്തുനിന്ന് കേട്ടത്. എന്താണ് ചർച്ച പറയുന്നത്. പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കി കഴിഞ്ഞാല് ഞാൻ എന്ന വ്യക്തി കുറച്ച് മാറി നിൽക്കുന്ന ക്യാരക്ടറാണ്. കാരണം എനിക്ക് ഈ സിനിമ മേഖലയെ പറ്റി എന്നോട് പല രീതിയിലും ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, സിനിമയിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. എന്റെ ക്യാരക്ടർ അങ്ങനെയല്ലല്ലോ. ഞാൻ ആസ് എൻ ആക്ടർ എന്ന് പറഞ്ഞ വ്യക്തി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് വരുന്നു. പിന്നെ പതിയെ റിവ്യൂ പറഞ്ഞ് ബാഡ് ബോയ്സിൽ എന്നുള്ള സിനിമയിൽ റിയൽ ക്യാരക്ടർ സിനിമയുടെ അകത്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു. ആ ഒരു ചെമ്പപാത്രത്തിലുള്ള ഡാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു കോമിക്കാണ്. അത് ഞാൻ ചെയ്തു, എന്റെ മനസ്സിലായതുകൊണ്ട് സിനിമയിലാണല്ലോ എന്ന് ഓർത്ത് ചെയ്തു. പിന്നെ എനിക്ക് ശരിക്കും വളരെ ഒരു സംഭവം ഷൂട്ട് ഇങ്ങനെ സാധനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ചെയ്യണമെന്ന് ഓർത്തിരുന്നു. പിന്നെ അത്രയും സെറ്റ് ക്യാമറ എന്നെ വിളിച്ച് ചെയ്യിപ്പിക്കുകയല്ല. അപ്പൊ വേണ്ട, നോ പറയാൻ പറ്റില്ലല്ലോ. കാരണം പലരും പറഞ്ഞു എന്തിനാണ് ആ ക്യാരക്ടർ ചെയ്തതെന്ന് പറയും. പക്ഷെ സിനിമ ആയതുകൊണ്ട് ഞാൻ ചെയ്തു. അതുപോലെ തന്നെ ഈ സന്തോഷ് വർക്കുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തല്ലോ വിഷ്ണു ചേട്ടനെ. പിന്നെ വിഷ്ണു ചേട്ടനോട് ചോദിച്ചപ്പോ മറ്റേ ടിൻടോം ചേട്ടൻ്റെ ഒരു പൂജ ഉണ്ടാകും, ഓട്ടം തുള്ളൽ എന്നുള്ള പൂജ. അപ്പൊ അവിടെ വിഷ്ണു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വിഷ്ണു കൊച്ചുകാരനെ പൂജക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പൂജക്ക് പങ്കെടുക്കാറുണ്ട്. അത് ചാൻസ് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല. പലരും പറയും പൂജക്ക് പോകുമ്പോൾ ചാൻസ് കിട്ടും, ഒരു പുണ്യം കിട്ടും എന്ന് പറഞ്ഞാൽ. ബാഡ് ബോയ്സിന്റെ പടത്തിന്റെ പൂജക്ക് പോയപ്പോ പുള്ളിക്കാരനെ നോട്ട് ചെയ്തിട്ട് വിളിച്ചു, ഒരു റോള് കിട്ടി, ചെറിയൊരു സംഭവം. പക്ഷെ എല്ലാ പടങ്ങളും നമുക്ക് അതേപോലെ കിട്ടണമെന്നില്ല. പക്ഷെ ആസ് എ വ്യക്തി നമ്മൾ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമാക്കാരും ഉണ്ട്. ടിൻചേട്ടനും ലിസ്റ്റിൻ ചേട്ടനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവര് രണ്ടുപേർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാജുവേട്ടനും ലാലേട്ടനും മമ്മൂക്കയ്ക്കും നമ്മളെ അറിയാം പേഴ്സണലി. പക്ഷെ അവര് ഒരു പോയിന്റ് എന്നെ പറ്റിയോ സന്തോഷ് വർക്കിയെ പറ്റിയോ പറയുന്നില്ല. ചേട്ടൻ മനസ്സിലാക്കുന്നു. ഇതൊരു അമ്മ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഇന്റർവ്യൂല് ഒരുപാട് പേര് എന്നെയും സന്തോഷ് വർക്കി കരിവാരത്തേക്കാൻ നോക്കിയിട്ടുണ്ട് പല ഇന്റർവ്യൂല്. കണ്ടിട്ടുണ്ട്. എങ്ങനെ മീഡിയക്കാർ ചോദിക്കുമ്പോൾ എന്തിനാ അങ്ങനെ ഉപയോഗിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേ ചിലർ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം എന്നാള് ഒരു സിനിമയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ അലിൻ ജോസ് പെരേര എന്തിനാണ് സിനിമയിൽ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. ബാഡ് ബോയ്സിന്റെ ബാഡ് ബോയ്സ് ഇറങ്ങി ബസൂക്ക ഇറങ്ങിയ സമയത്താണ് ചോദിച്ചത്. ബസൂക്കയിൽ അണ്ണനെ കാണിച്ചു, അത് വൈറലായി. അപ്പൊ അത് വിഷയം വന്ന് കത്ത് ചെയ്യുന്ന സമയത്താണ് ഒരു പോയിന്റ് ചോദ്യം ചോദിച്ചത്. അപ്പൊ അൻസിബ എന്ന് പറഞ്ഞ മാഡം പറഞ്ഞ പോയിന്റ് ഉണ്ട്. അമ്മയില് മെയിൻ ലേഡീസ് വിങ്ങില് പ്രവർത്തിക്കുന്ന ആളാണ്.
കാരണം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടന് മോളായിട്ട് അഭിനയിച്ച. കാരണം ലാലേട്ടനെ അറിയാം, ലാലേട്ടന് ഒപ്പം ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് മനസ്സിലോ. അപ്പൊ ആ ചേച്ചി അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, അലിൻ ജോസ് പെരേരയെ സന്തോഷ് വർക്കിയും സിനിമ അഭിനയിക്കുന്നതുകൊണ്ട് സിനിമയ്ക്കായിരുന്നു ഒന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോ കണ്ടിരുന്നു അതിന്റെ. അത് പറയാൻ കാര്യം എല്ലാവരും നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ മാറ്റി നിർത്തുന്നില്ല. അവസാനം കോമാളി അല്ലെങ്കിൽ കോമിക് എന്ന രീതിയിലല്ല കാണുന്നത്. പിന്നെ പലർക്കും പല രീതിയിലുള്ളൊരു ഇതുണ്ടാവും കാര്യങ്ങള്. കാരണം നമ്മള് സിനിമ നടന്മാരെക്കാളും കൂടുതൽ എന്താ പറയാ, നമുക്ക് പേയ്മെന്റ് വലിയായിട്ട് കിട്ടുന്നില്ലെങ്കിലും പോലും അത്യാവശ്യം ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. ഒരു ദിവസം പലർക്കും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അത് 1 day കിട്ടുന്നതെന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയും ഒരു 1 day 10K സമ്പാദിക്കണമെങ്കിൽ എത്രത്തോളം വളർന്നു ചിന്തിക്കണം. 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാക്കുന്ന ഒരു IT പ്രൊഫഷണലിനെക്കാളും അല്ലെ, ഒരു 2 ലക്ഷം 1 ലക്ഷം കിട്ടുന്നതിനെക്കാട്ടിലും 3 ലക്ഷം രൂപ സമ്പാദിക്കുക പറഞ്ഞാല് അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ, ഫിലിമിൽ അഭിനയിക്കാതെ തന്നെ. സമ്പാദിക്കുന്നതല്ല, നമുക്കൊരു ചെലവുകളാണ്. ഡെയിലി ചെലവാകുന്ന പൈസയാണ് 10,000 രൂപ. ഓ അത് ശരി. പൈസ ചെലവാകുന്നു, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കല്യാണിക്കുന്നു, കല്യാണം പോലും വേണമെന്ന് പറയുന്നത്. എന്റെ ചെലവ് എന്തൊക്കെ എത്രയും വരുന്ന ചെലവ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ചെലവായി പോകുന്നതാണ്. 10,000 രൂപയ്ക്ക് ചെലവാക്കാനുള്ള എന്താണ് ഇത്രയും വലിയ? കാരണം ദേപുട്ട് പോയിട്ട് ചേട്ടനൊപ്പം ദിലീപേട്ടന്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന എത്ര കോസ്റ്റ് വരും ഒരു ദിവസം? പോകുമ്പോ തന്നെ 3,000 രൂപയോ ഒരു ദിവസം? ഒരു നേരമായിരിക്കും. ഒരു നേരം 3,000 രൂപയോ? നിങ്ങളിത് കേൾക്കുകയും 3,000 രൂപ ഒരു നേരം കൊടുത്ത് സ്പെൻഡ് ചെയ്യുന്ന അലിൻ ജോസ് പെരേര നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ദിലീപേട്ട ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എന്റെ ഓണമാണ് ഒന്ന് ശ്രദ്ധിക്കണം പറയാം. ദിലീപേട്ട ഹെൽപ്പ് ആയിക്കോട്ടെ. അല്ല ദിലീപേട്ടാ, നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര നിങ്ങളുടെ ഒരു വലിയ ലോയൽ കസ്റ്റമറാണ്, ഡെയിലി ഫാനാണ്. അതെനിക്കറിയാം, അന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ഒരു ദിവസം ഒരു നേരം 3,000 രൂപയുടെ ഫുഡ് കഴിക്കാൻ മാത്രം ഇതേ പൊട്ടിൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു. ദിലീപേട്ടാ, നിങ്ങള് ഭാഗ്യവാനാണ്. കാരണം ഡെയിലി ഒരു കസ്റ്റമർ വന്നിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞാല് എനിക്കറിയില്ല, അത് അത്രയും ഒരു റെഗുലർ. അത് ശരി, കാണാറുണ്ടോ? ഒരു ദിവസം സന്തോഷ് വർക്കി ചെന്നിട്ട് പറഞ്ഞു, ഇത് പെരേര പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ചാൻസ് വെക്കുന്നു. ഞാൻ ചോദിക്കുന്നത് പുള്ളി എന്തിനാ പറയുന്നത് എനിക്കറിയാം. അത് ശരി. ദിലീപേട്ട തന്നെ സിനിമയിലും ഹോൾഡുണ്ടായി പോലും പടങ്ങളെ ദിലീപേട്ട കയ്യിലല്ല നിൽക്കുന്നു. പിന്നെ പടത്തിൽ ആൾക്കാർ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഓരോ ആക്ടേഴ്സിന്. കാരണം ഫെഫ്കാമ്മയുടെ ഒരു ബാനറിലാണ് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം ഒരു പടത്തില്. ഇപ്പൊ പിന്നെ ബാഡ് ബോയ്സ് വെച്ചപ്പോ തന്നെ ഒരുപാട് വിമർശനങ്ങൾ വന്നെന്നൊക്കെ പറഞ്ഞ് കേട്ടത്. അതിപ്പോ കാലേ കയറും. അത് മണ്ണിരയാണ്, മണ്ണിര. ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാ? എനിക്ക് ബ്ലൂ ആണ്. ശ്രീലക്ഷ്മി? ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണോ അതോ സിംഗിൾ? അല്ല, എനിക്ക് അതിനകത്ത് വൈറ്റ് ഒക്കെ ചെറുത് വരുന്ന ഇഷ്ടം. ചോദിക്കാം, അതിനും കറക്റ്റായിട്ട് മറുപടി പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ഫുൾ എന്താ പറയാ, ആൾക്കാർക്ക് ഇറങ്ങിയെന്ന് പറയാം. ഒരു വിവാദമായിട്ടുള്ള ചോദ്യം ഒരു ബോഡി ഷേമിംഗ് എന്ന് ആൾക്കാർ പറയാൻ വേണമെങ്കിൽ, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദ്യമില്ല. ഇപ്പോ നിലവില് അഭിനേത്രിയാണല്ലോ. അപ്പോ പ്രണവ് മോഹൻലാലിന്റെ ഒരു സിനിമ വന്നു, ഓപ്പോസിറ്റ് ചന്തുനാഥിന്റെ സിനിമ വന്നു. ചന്തു, സലീമേട്ടന്റെ മകൻ, ഏത് നടന്റെ കൂടെ ആയിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്? ഇപ്പോ ചന്തുനാഥന്റെ കൂടെ, സലീമേട്ടന്റെ മകന്റെ കൂടെ ചെയ്യുമ്പോ 1 കോടി രൂപ ഓഫർ ചെയ്തു. പ്രണവിന്റെ കൂടെ ചെയ്തപ്പോ 10 ലക്ഷം ഓഫർ ചെയ്തു. ഇപ്പൊ ഏതായിരിക്കും ചെയ്യുന്നത്? ഞാൻ ക്യാഷ് നോക്കിയാലേ എനിക്ക് ചന്തുവിനെ ഇഷ്ടമാണ്. ചന്തുവിന്റെ സിനിമയിൽ ചെയ്യും. കാരണം അത് ചോദിക്കാൻ പലരും പെട്ടെന്ന് ലാൽ സാറിന്റെ മോന്റെ പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹാസൻ ഒരു എന്താ പറയാ, എനിക്കൊരു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രവണത പക്ഷെ ആരും പറയില്ല കേട്ടോ. കാരണം വേറൊരു ഇന്നത്തെ ലൈം ലൈറ്റ് അല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇപ്പൊ അടിച്ചിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ, മുൻനിര നായികമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചന്തുവിന്റെ പേര് പറയാറില്ല, അറിയില്ല. മനസ്സിലായി? ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ആരെ പ്രിഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഒരു ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ പറയുള്ളൂ ഭൂരിഭാഗം ആൾക്കാർ. ഡിബേറ്റ് ചെയ്ത് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അറിയാക്കല്ല, കാരണം
പ്രണവിനെ ബേസിക്കലി ഞാൻ കണ്ടില്ല, പക്ഷെ ചന്തു ഒരു ദിവസം കണ്ടിട്ട് എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ഓ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതല്ലേ. കൊള്ളാം നല്ല സ്ട്രാറ്റജി ആണ് കേട്ടോ. നിറം അല്ലെങ്കിൽ കളർ ഇതായില്ല, പക്ഷെ ആസാൻ ആർട്ടിസ്റ്റ് മറ്റേ പുള്ളിക്കാരൻ ഡിഗ്രി ഒക്കെ ഉണ്ടോ സിനിമയിലേക്ക് വന്നു തോന്നുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നിറമൊക്കെ വലിയ കാര്യമാണ്. നോക്കൂ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്പിന്റെ മുമ്പിൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരു യൂറോപ്പിന്റെ ഒരു അമേരിക്കയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗണീസ് ആണ്. നമ്മൾ ബ്ലാക്ക് അല്ല, നമ്മൾ ബ്രൗൺ ആണ്. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ പറഞ്ഞ ബ്രൗൺ ആണ്. അത് നമ്മുടെ ചിലപ്പോൾ വൈറ്റ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ നോർമലി ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ റേസിസം കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി ഒരുപാടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെക്കാട്ടിലും കുറച്ചും കൂടി സ്കിൻ ടോൺ കുറവുള്ള ആള്, മെലാമിൻ കാരണമാണ് ഈ സാധനം മാറുന്നത്. മെലാമിന്റെ കണ്ടന്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ച് കളർ വരുന്നത്. അപ്പോൾ അല്ല, ഞാൻ പറയുന്ന അലിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്, ഇത്തിരി അല്പം കറുത്തു പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഒരുപാട് ലൈക്ക് പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ചില ആൾക്കാർ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഫിൽറ്റർ ഫോട്ടോ സെൽഫി എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ആദ്യം തപ്പിയിട്ട് ഫിൽറ്റർ എടുത്തിട്ട് ഏത് B16 എന്താ പറഞ്ഞിട്ട് സാധനമുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മുഖത്തിൽ കളർ വരുന്ന രീതിയിലാക്കിയിട്ട് സെൽഫി എടുത്തിടുന്ന ടീമുകളുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഈ അപഹർഷാത ബോധം? എന്താണ് നമുക്കുള്ള സാധനം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തൂടെ? എന്താണ് നമ്മൾ നോക്കൂ, ഏറ്റവും വലിയ ആർട്ടിസ്റ്റായ അതും കൂടി പറയാം ഞാൻ, രജനീകാന്ത് എന്ന് പറഞ്ഞാൽ രജനീകാന്ത് സാറിന് നോക്കൂ, അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കാര്യങ്ങളും നോക്കൂ. അദ്ദേഹം അല്പം ഡാർക്ക് സ്കിൻഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർ കോംപ്ലക്ഷൻ കാണിക്കുന്നില്ലല്ലോ. അതാ പറഞ്ഞ മുടി പോലും അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ, നല്ല രീതിയിൽ മുഖത്താണെങ്കിലും ഗ്ലാമർ ആയിട്ട് നിൽക്കുന്നു. അതൊക്കെ ഒരു സിനിമയുടെ ഒരു ട്രിക്കാന്ന് തന്നെ പറയാം. അല്ല, പഴയ സിനിമകളിലൊക്കെ സാധാരണ അദ്ദേഹത്തിന്റെ ഒരുപാട് കളർന്ന് കൂട്ടാത്ത സിനിമകൾ ഒരുപാട് ഉണ്ട്. നേരിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു പഴയ സിനിമകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറെ ഫിലിം മഞ്ഞനൊക്കെ മുമ്പ് അല്ലേ, അദ്ദേഹം സാധാരണ കളറിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അതൊന്നും ഇപ്പൊ അടുത്ത കുറച്ച് സിനിമകളിൽ പക്ഷേ ചിലപ്പോൾ കുറച്ചും കൂടിയിട്ട് മറ്റേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും, കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. വ്യത്യാസം വന്നു തുടങ്ങിയത് ദിവ്യൗണി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരി ഏതോ ഒരു ഇതിൽ പറഞ്ഞു പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കലാഭവൻ ചേട്ടനോട് അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞല്ലേ? ഒരിക്കൽ പണ്ടൊരു വിവാദം ഉണ്ടായിരുന്നു. തുടങ്ങിയാണ് ഈ പറഞ്ഞ ഭാഷാബോധം എന്നിലെ ന്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളും ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നിൽക്കുന്നു. അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം ചേട്ടൻ പറയാൻ ബ്രൗണിഷ് ആണ്, വലിയ ഗ്ലാമർ ഒന്നും അല്ല എല്ലാവരും. പക്ഷെ പ്യുവർ ബ്ലാക്ക് അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ആൾക്കാർ അഭിനയിക്കാൻ വരുന്നില്ല. മണിച്ചേട്ടൻ നമ്മുടെ മുത്താണ്. അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞ മലയാളികളെ ഇളകും. മലയാളിയുടെ മുത്താണ് മണിച്ചേട്ടൻ. അദ്ദേഹം അല്ല, ഞാൻ പറഞ്ഞ അലിന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് കളർ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്തു എന്ന് പറയുന്ന ആ ഏത് വ്യക്തിയാണെങ്കിലും അതെനിക്ക് തോന്നുന്നു അത് ശരിയല്ല, ഒരു പ്രവണത എന്നുള്ളതാണ്. ഇതാണ് കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്നൊക്കെ പറഞ്ഞ പോലെ റേസിസം എന്നാണ് അതിന് പറയുന്നത്. ഒരിക്കലും അത് എൻകറേജ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ല. ഞാൻ ചോദിച്ചത് എന്നോട് പലരും ഇങ്ങനത്തെ പെൺകുട്ടിയോട് അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കൊണ്ടുവരൂ, ഒരു ഫുൾ ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ആളെ കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് അഭിനയിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ ഈ എന്റെ നിറം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ചോദിച്ചിട്ട് നോയാണ് കേട്ടത്. അത്യാവശ്യം ബ്രൗണിഷ് നടന്നുള്ള ആൾക്കാരാണ് സമ്മതിക്കുന്നു. മനസ്സിലായി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വെളുത്തവര് മാത്രമേ അഭിനയിക്കാവുന്നുണ്ടോ? അതൊരു വല്ലാത്തൊരു ഇതാണ്. അത് അതിന് വന്നു പറഞ്ഞാൽ മറ്റേ ഞാൻ പറയാം, സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അറിയോ? ഇല്ല. സൗമ്യ ആക്ട്രസ് ആണ്. വലിയ ആക്ട്രസ് അല്ല, എന്നാലും ഇപ്പൊ പടങ്ങളില് അവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്നേലും ആ ഒരു അറിയാലോ, നിറം രീതിയിൽ വലിയ ഗ്ലാമർ അല്ല എന്ന് പറയാം, അറിയാക്കണ്ടല്ലോ. വലിയ ഗ്ലാമർ അല്ലെങ്കിലും അവരെ വിളിച്ചൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട് സിനിമകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ക്യാരക്ടറുകളൊക്കെ കൊണ്ടുവരും, എന്നാലും കൊണ്ടുവരുന്നുണ്ടല്ലോ. കാരണം ആൾക്കാർക്ക് മാറ്റി നിർത്തുന്നില്ലല്ലോ. പണ്ടൊക്കെ മാറ്റി നിർത്തുന്ന പണ്ടല്ല, കളറിന്റെ എപ്പോഴും ഉണ്ട് പ്രശ്നം. പറഞ്ഞാൽ ശരിയാ. നല്ല എനിക്കൊരു അവസരം പോയിട്ടുണ്ട്, വലിയ കളർ ഇല്ലാത്തോണ്ട് കളറുള്ള ആള് അങ്ങനെ എന്നോട് പറഞ്ഞു. അതിനല്ലേ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം മറ്റേ അവർക്ക് ചെയ്യാവുന്നല്ലോ. ഒരു ഗ്ലോ കൊടുക്കണമെങ്കിലൊക്കെ മറ്റേ നമ്മളെ സന്തോഷ് വർക്കി തന്നെ പറഞ്ഞു, റീലാണെങ്കിലും സെലക്ട് ചെയ്ത പെണ്ണിന്റെ കളർ പോരട്ടെ അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞു. അല്ല, ഇതിലൊക്കെ ഒരു കാര്യം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ കളർ ഇല്ലാത്ത ഒരു ജീവിക്കല് കൂട്ടത്തോട് ആത്മഹത്യയാണോ? ഞാൻ കളർ കുറഞ്ഞ ഞാൻ ചാവാൻ പോവാ.
ചേട്ടൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ബ്രൗണിഷ് നിറവല്ലേ? അതെ അതെ അതെ. എനിക്ക് ഏത് നിറമായാലും എനിക്കൊരു പ്രശ്നമില്ല. ബ്രൗണിഷ് എന്ന് പറഞ്ഞാലേ അത് ഇന്ത്യൻസിന്റെ കളറാണ്, നമ്മുടെ കളറാണ്. അതെ. അത് ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാവും, കുറച്ച് കുറവുണ്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ ബ്രൗണീസ് ആണ് ആക്ച്വലി. ബ്രൗണീസ് പറഞ്ഞാൽ ഫുഡാണ് ഞാൻ പറയുന്നത്. ഒരു ബ്രൗൺ ടിൻഡായിട്ടുള്ള കളറുള്ള ആൾക്കാരാണ് നമ്മൾ. അത് കുറച്ച് മുകളിൽ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞ് കുറച്ചും കൂടി ബ്യൂട്ടി കൂടുതലായിരിക്കും, കുറച്ചും കൂടി വൈറ്റ് കളർ. ഒത്തുകൂടിയൊക്കെ കളർ ഇപ്പൊ ഞാൻ വേറെ കുറ്റം പറയുന്നല്ല, പറഞ്ഞോണ്ടിരിക്കുന്നല്ല. പക്ഷെ ഇനിയും എന്നേലും കുറച്ചുകൂടിയൊക്കെ ഗ്ലാമറുള്ള ആൾക്കാരോട് അഭിനയിച്ച കുറച്ച് സ്കിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരുടെ കൂടെ ഞാൻ എത്ര ഇന്റർവ്യൂ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ പൈസ മേടിക്കുക, അഭിനയിക്കാൻ പോവുക, അല്ലാണ്ട് വൈറലാകല്ല ഒരാളുടെ കൂടെ കണ്ടിന്യൂസ് പ്രോഗ്രാമിന് പോവുക എന്നുള്ള രീതിയല്ല. പലരും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂസ് വിളിച്ചപ്പോ ചെയ്തില്ല. ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നാളെ ഒരു ദിവസം വൺ ഡേ നമ്മുടെ ഒപ്പം ഐശ്വര്യനെ പോലെ അല്ലെങ്കിൽ തമന്നനെ പോലെയുള്ള ഒരു ലുക്കുള്ള ആൾക്കാര് വന്ന് ഒരു ഇന്റർവ്യൂല് ഒപ്പം അഭിനയിച്ച് വർക്ക് ചെയ്ത് ഇന്റർവ്യൂ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അസൻ ഡേ ഒരു ദിവസം ആർക്കാണെങ്കിലും, ഇപ്പൊ എനിക്കാണെങ്കിലും സന്തോഷ് വർഗിക്കാണെങ്കിലും അഭിലാഷ് ആട്ടത്തിനാണെങ്കിലും ഡേ ഉണ്ടാവും. മനസ്സിലായി? ഇപ്പൊ പലരും അഭിലാഷ് ആട്ടം പോലും പല ആൾക്കാരും മാറ്റി നിർത്തുന്നുണ്ട്. പല ആൾക്കാരും നിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് എവിടൊക്കെയാ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടോ? എന്തെങ്കിലും തുറന്നു പറച്ചിലുകൾ, ലൈക്ക് ഞാൻ ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിരുന്ന ഇങ്ങനെ ആയിപ്പോയേനെ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മള് സ്റ്റെപ്പ് വെക്കുമ്പോ ലൈഫിൽ ഞാനൊരു പറയുന്നുണ്ട്. കാരണം നമ്മള് റീൽ ചെയ്തത് എന്തായാലും ആർക്കും ദോഷമാകാൻ വേണ്ടിയല്ല. പക്ഷേ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹസൻ വ്യക്തി എന്റെ റിലീജിയനെ പറ്റിയും ഞാൻ അങ്ങനെ റിലീജിയൻ പോയി എങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത്. ഞാൻ റിലീജിയൻ പേര് പറയുന്നില്ല, റിലീജിയൻ എന്ന് പറയാം. അപ്പോ എന്തായാലും നമ്മള് അമ്പലത്തിന്റെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പേഴ്സണലി സോറി പറയും. കാരണം നമ്മൾ ചെയ്തത് ഒരു നല്ലൊരു റീലാണ്. പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും ദോഷമായിട്ട് തോന്നുമെങ്കിൽ സോറി പറയുന്നു. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ മാല സ്വന്തമായിട്ട് അണിഞ്ഞാണ് നിൽക്കുന്നത്, അല്ലാണ്ട് പരസ്പരം ഒരു കാണിക്കുക ആ രീതിയിലല്ല ചെയ്തിട്ടില്ല. ഉള്ളിൽ പോയിട്ടില്ലല്ലോ അല്ലേ? അടച്ചിട്ടേക്കാൻ പാർക്കിംഗ് ഏരിയയിലാണ് അല്ലേ? ഓക്കെ ഓക്കെ. അത് എത്ര പേര് ഫോട്ടോഷൂട്ട് ഇപ്പൊ ആൽബങ്ങളാ സിനിമയ്ക്ക് പോലും അമ്പലത്തിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അതൊരു വലിയൊരു ഒരു. ഞാൻ സോറി പറയാൻ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അമ്പലത്തിന്റെ അവിടെ ചെന്നത് ഒരു തെറ്റാണ്, അങ്ങ് ഒരു സാധനം ചെയ്ത് തെറ്റാണ് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊരു കാരണം നമ്മൾ അമ്പലത്തിനകത്തൂടെ നടന്നു വരുന്നത് ഒരു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എത്രയോ പേര് വീഡിയോസ് എടുക്കുന്നു. അതൊക്കെ ഒരു തെറ്റാണ്. ഇപ്പൊ എല്ലാവരും ഒരുപോലെ നമ്മുടെ കേരളക്കാർ പറയുന്നത് എല്ലാ മതക്കാരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്. ഞാൻ അമ്പലത്തിൽ പോയോണ്ട് എനിക്ക് അങ്ങനെ സോറി പറയേണ്ടി വരുന്നത്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട പല ആൾക്കാർ പല വിഭാഗങ്ങൾ പല കാറ്റഗറി എന്ന് പറയാം. അപ്പൊ കാറ്റഗറിയിലുള്ള ആൾക്കാര് ഞാൻ ആംഗ്ലോ ഇന്ത്യനാണ്. അടുത്ത് ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്വഭാവം അല്ല. ഞാൻ എന്തായാലും ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വന്നത്. അപ്പോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട കുറച്ച് ആൾക്കാര് നമ്മളെ എന്നെ വ്യക്തി എന്ന നിലയിൽ ഈ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുന്നില്ല, മനുഷ്യരായിട്ട് കാണുന്നില്ല. എന്തൊരു മൃഗത്തെ കണ്ട പോലെയാണ് ആൾക്കാര് അതുകൊണ്ട് പള്ളിയിൽ പോവാറില്ല. ബേസിക്കലി പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെ നാമത്തിന് വെക്കാറുണ്ട്. പക്ഷെ എങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട്. ചില ആൾക്കാർക്ക് ഒരു 30 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീകൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ 30 വയസ്സിന് താഴത്തുള്ള പെൺപിള്ളേര് ഈ ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ എന്തോ അവർക്കൊരു ഉൾക്കൊള്ളാൻ ഒരു ഇൻഹിബിഷൻ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇൻഹിബിഷൻ എന്താ പറയാ, എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് അവര് മാറി നിൽക്കുന്നതാണോ, അതായത് അവര് മിങ്കിൾ ചെയ്യാൻ വരാത്തത് കൊണ്ടാണോ? എന്നെ കാണുമ്പോ മുഖം മറക്കുന്നു. ഓ അങ്ങനെ. ശരി. അത്രയ്ക്കും അറപ്പ് വരാൻ വേണ്ടിയോ ദേഷ്യം വരാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേക്കണെന്ന് ഞാൻ ചോദിക്കണം.
ഇങ്ങനത്തെ 2 സ്റ്റെപ്പ് ചെയ്തതിന് എന്താ തെറ്റാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലും വൾഗറായിട്ട് ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ അവര് ആ സൊസൈറ്റിയിൽ ചിലപ്പോ ഇല്ലാത്തോണ്ടായിരിക്കാം. പള്ളികളിൽ ഇപ്പൊ ചില റിലീജിയനപ്പെട്ട ആൾക്കാരെല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആൾക്കാര് കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കുന്ന രീതികൾ അത്. പക്ഷെ ഞാനൊന്നും ചോദിച്ചോട്ടെ, ഇപ്പൊ എന്റെ പ്രായത്തിൽപ്പെട്ട 1-2 പെൺകുട്ടികളെ മാത്രമാണ് കെട്ടിപ്പോയിരുന്നത്. എന്റെ ഇവിടെ പഠിച്ച ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ അവർ പ്രണയിച്ചാ കെട്ടിയത് എന്നും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെ പോയാൽ എനിക്കിപ്പോ ഇപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ 26 വയസ്സായിട്ടുള്ളൂ, സമയമുണ്ടെന്ന് പറയും. പക്ഷെ ഈ കാണുന്ന ജനങ്ങളാണ് എന്നോട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ വിഷയങ്ങൾ. കാരണം വൈറലായില്ലേ ഒന്ന് പെണ്ണ് കെട്ടിക്കൂടെ ചോദിക്കുന്നത്. വൈറലായോണ്ട് പെണ്ണ് കെട്ടണം അവര് പറയുന്നത് നീ പോവാറില്ലേ, പള്ളി പോവാറില്ലേ? ഇങ്ങനത്തെ ടോക്കുള്ളതുകൊണ്ട് ഞാൻ പള്ളിയിലേ പോവാറ്. പിന്നെ പള്ളിയിലേക്ക് പോവാറ്. അലൻ പാവമായത് കൊണ്ടാണ്. ആക്ച്വലി അലനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് അലനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്തത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് വട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരാളെ വിളിച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വട്ടുണ്ടോ, ചേട്ടാ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ കുറച്ച് ഇൻഡസ്ട്രിയിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ എന്തിനാ നിങ്ങൾ ഇതാക്കാൻ പറഞ്ഞു. ഒരാൾ ഒരു അരമണിക്കൂറോളം എന്നെ എടുത്തിട്ട് ചോദിച്ചു. കുറയല്ല കാരണം എനിക്ക് ഞാൻ സീനിയർ ആയതുകൊണ്ടും എനിക്ക് ഇത്രയും ഇതുള്ളതുകൊണ്ടും എനിക്ക് റെസ്പെക്ട് തന്നിട്ട് സംസാരിക്കാറുണ്ട് ആൾക്കാർ. ഞാൻ പ്രൊഡ്യൂസറാണ്. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇൻസൾട്ട് ഒന്നും എനിക്ക് നേരിടാൻ പറ്റില്ല. ഞാൻ കാരണം അത്രയും നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ചേട്ടാ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇതായി കഴിഞ്ഞാൽ അതിനെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയൊക്കെ പിടിച്ചിതാക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എല്ലാ വ്യക്തികളിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ ഉള്ളിൽ ഒരു നല്ല വശമുണ്ട്, നന്മയുണ്ട്. ഇത് നമ്മൾ കാണാതെ പോകുന്നതാണ്. നമ്മളെപ്പോഴും ഒരു കോയിൻ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ കോയിൻ വീഴുന്നതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ബാക്ക് സൈഡ് ചിലപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഫ്ലിപ്പ് സൈഡ് എന്ന് പറയും, അതൊരു നല്ല വശം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി ശ്രമിച്ചു പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ തെറ്റുകാരനാണെങ്കിൽ നമുക്ക് എത്ര വലിയ തെറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ക്ഷമിച്ചിട്ടില്ലേ. നമ്മുടെ സമൂഹം വലിയ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള വന്ന ആൾക്കാരെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ. അവരുടെ സമൂഹത്തിന് മുമ്പിൽ അത് മറ്റേ തെറ്റുകാരനാണെങ്കിലും നമ്മൾ രൊക്കം പൈസ കൊടുത്ത് നമ്മളെല്ലാവരും ക്രൗഡ് ഫണ്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി പ്രബുദ്ധരായ നമ്മൾ കേരളത്തിലെ നിവാസികൾക്ക് ആദ്യമേ കളിയാക്കുമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അലിൻ നോക്കിക്കോ, അലിൻ്റെ ക്വാളിറ്റി ഒരു കാലത്ത് മനസ്സിലാവും എന്നാ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു പ്ലേസ് കൊച്ചിയാണ്. അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക്. ഇപ്പൊ എന്റെ പ്രായത്തിന് ഇപ്പൊ 24 വയസ്സാണ് എനിക്കെങ്കിൽ ഒരു 30-29 വയസ്സുള്ള ആൾക്കാർക്കാണ് അത് മനസ്സിലാകാത്തത്. കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. മൊത്തത്തിൽ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, പക്ഷെ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പൊ മാളുകളിൽ പോകുമ്പോഴാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം ഉണ്ട്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു നമ്മുടെ അഖിൽമാരുടെ ഒരു പടത്തിന്റെ സംഭവത്തില് എന്താ പറയാ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ലോഞ്ചിന് കാണാൻ പോയിരുന്നു. അപ്പൊ തിരിച്ചു വന്ന വഴി ഒരു ഫാമിലി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണ്ടായി. അപ്പൊ പേഴ്സണലി അത് കണ്ടപ്പോ എനിക്ക് ഒരു സാഡ്നെസ് തോന്നി. കാരണം നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മൾ വിളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ പണ്ട് എന്താ പറയാ എടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ ചെറുതില്, ഇങ്ങനെ ചെറിയ രീതിയിൽ വളർന്നു നോക്കിയുള്ളൂ. കാരണം ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന അല്ലാണ്ട് ഒരു തൊട്ടില് ഒരു ബേബി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉള്ള സമയത്ത് എടുത്തു തന്ന ആൾക്കാര് ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എന്നോട് എടുക്കൂല. അതാണ് വ്യത്യാസം. അതങ്ങനെയാടാ അല്ലേ. നമ്മൾ എത്ര വലുതായാലും നമ്മളൊപ്പം കളിച്ച് നമ്മുടേതായി കഴിഞ്ഞു അങ്ങനെ ആൾക്കാർക്കൊക്കെ നമ്മൾ എത്ര വലുതായാലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർ ആ ലെവലിൽ തന്നെ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒപ്പം പഠിച്ച 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർ ഇപ്പം ഞാനൊരു നല്ല പൊസിഷനിലാണെങ്കിലും അവർ പറഞ്ഞു എടാ എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് എടാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പക്ഷെ നേരെ മറിച്ചിട്ട് ഒരു ലെവൽ കൂടുതൽ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അങ്ങനെ വിളിക്കില്ല. ചേട്ടാന്നോ സാറേന്നോ അല്ലെങ്കിൽ ആ ഒരു ദേവാന്നോ അല്ലെങ്കിൽ ദേവപ്രശാന്തോ പ്രശാന്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് ലെവൽ വേറെയുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പം മുതൽ വളർന്ന ആൾക്കാർ അങ്ങനെ ചെയ്തില്ല പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോ പണ്ടിപ്പോ ഒരു ഗെയിം ഉണ്ട് ഈ സാറ്റ് കളി, പിന്നെ റിങ്ങാ റോസസ്
അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഓക്കെ ഓക്കെ നടക്കുന്നുണ്ട് ഗെയിം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയാം. പിന്നെയും എളുപ്പമുള്ള ആൾക്കാർ ഒരു 15 വയസ്സ് 10ാം ക്ലാസ് പ്ലസ് 1 അല്ലെങ്കിൽ 5ാം ക്ലാസ് ആ രീതിയിൽ നിൽക്കുന്ന ചെറിയ പെൺകുട്ടികളുണ്ട്, ചെറിയ കൊച്ചുങ്ങൾ. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ മനസ്സിലായ അവർ ഇത്രയുള്ള സമയത്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് ആ സമയത്ത് എനിക്കൊരു ഏകദേശം ഒരു 10-12 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഒരു ഗെയിം സെഷൻ ചെയ്തപ്പോൾ കെട്ടിപ്പിടിച്ച സമയം അത് കഴിഞ്ഞിട്ട് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു ഗെയിം. പിന്നെ മണ്ണപ്പില് ഈ തേങ്ങയുടെ ചിരട്ടയില് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ മണ്ണിലേക്ക് കുത്തിയിട്ട് ഇഡലി പോലെ മണ്ണപ്പം, അത് മണ്ണപ്പം ഈ പാട്ടുന്നുണ്ട്. മണ്ണപ്പം ചുട്ട് കളിക്കണ കാലം എന്റെ പെൺകുടിയ പെണ്ണല്ലേ പാട്ടുണ്ട് മരുഭൂലായ. അപ്പൊ അതൊക്കെ റിയലി എനിക്ക് അനുഭവിച്ചതാണ് ആ ഒരു ഫീല്. കാരണം അന്ന് അതൊരു ശേഷം ഈ കസൻ സിസ്റ്റേഴ്സ് ഇപ്പൊ കസേര കളി, പിന്നെ ഓടിച്ചിപ്പിടുത്തം, അങ്ങനെ ഒരുപാട് ഗെയിമുണ്ട് ഒരു ടൈം പാസിനോട്. അതൊക്കെ നോക്കി ഉപയോഗിക്കുന്ന വാക്കുകളാട്ടോ. ഓടിച്ചു പിടുത്തെന്നൊക്കെ പറഞ്ഞാല് വിവാദങ്ങളാവേണ്ട വാക്കുകളാണ്. മറ്റേ നമ്മള് ഓടുന്നു, ഒരുപാട് പേര് ഇങ്ങനെ നടന്നേക്കും. അല്ല, വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പൊ. എന്തിനാ വിവാദം വരുന്ന പറയുന്നത്? പറഞ്ഞു കുഴപ്പമില്ല, തമാശ പറഞ്ഞ ഇടയിൽ. പക്ഷെ ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, അവന്റെ കൂടെ കുഞ്ഞിലേ മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരുണ്ട്. ഇപ്പോഴും അവൻ അതൊക്കെ ഓർക്കുന്നു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അവന്റെ വിഷമാണെന്ന് തോന്നാ പറയുന്നത്. കുടുംബത്തിൽ നിന്നല്ലേ, പെൺകുട്ടികൾ ഒന്നോ രണ്ടോ പേരുണ്ട്. ഈ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് അല്ലെങ്കിൽ ലേഡീസും ഉണ്ടാവൂലേ, മനസ്സിലായി? മൊത്തത്തിലില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഗെയിമായിട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഞാൻ ഇപ്പോ ഒരു 6 വർഷം മുന്നേ 2015 ഒരു 2015 കാലഘട്ടത്തില് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് നിന്നും ഒരു 6 വർഷം അല്ലെങ്കിൽ 10 വർഷമല്ലേ, 15 ഇപ്പൊ 25 ഇപ്പൊ എത്ര വർഷമായി? 15 10 വർഷം. അതാ 10 വർഷത്തിന് ശേഷം ഈ വ്യക്തികള് കണ്ടാ മൈൻഡ് ചെയ്യില്ല. അന്ന് മോനെ എടാന്നൊക്കെ പറഞ്ഞ് ക്രിക്കറ്റുകൾ കളിക്കുന്ന ഒരു പറഞ്ഞതുണ്ടാവുന്നു. അതൊന്നും ഇപ്പോ ഫെയിമായി മാറിയപ്പോ പലരും അവഗണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ വന്ന് കാണുമ്പോൾ എന്നെ വന്ന് ഇപ്പോ എന്റെ കൈ കയറി നോക്കി പിടിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, മനസ്സിലാത്ത ആൾക്കാരെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതോ, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഇന്റിമസിന്നും കൂടുതൽ താല്പര്യമില്ലാത്ത ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്ന കിസ്സിങ് ആണെങ്കിലും താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ച് നമ്മൾ റീലിന് വേണ്ടിയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൈ പിടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വെറുതെ ഷെയ്ക്കാൻ കൊടുക്കുന്ന വർഷമില്ല, 10-25 മിനിറ്റ് കൈ വന്ന് ഉളുക്കി പിടിക്കുന്നത് എനിക്ക് ദേഷ്യപ്പെടുന്നു. പക്ഷെ കൺട്രോൾ ചെയ്യും. പിന്നെ ടോക്ക് ചെയ്യുമ്പോഴേ, കാരണം ഇപ്പൊ ചേട്ടൻ തന്നെ ഒരു ഷെയ്ക്കാൻ പിടിക്കുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ തന്നെ ഒരു 10 നമ്മളെനിക്ക് തന്നെ 3 ഷേക്ക് അത് കഴിഞ്ഞാൽ വിടണം എന്നാ പറയാ. ഒരു ഷേക്കിന്റെ കൊടുക്കുമ്പോ 3 ഷേക്ക് പ്രോപ്പർ. ചില കുറ്റം പറയാനല്ല, ചില നടിമാരെ നമ്മൾ ഷേക്കിന്റെ കൊടുത്ത് ഞാൻ വിടൂല. കുറ്റം അത് അലിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട്, അല്ലേ? ഇല്ലെങ്കിൽ ഒരാളെ എത്ര നേരം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അലിനോട് ക്രഷ് ഉള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെ? അങ്ങനെ ആവാലോ. അവനൊന്നും വൈറലാവുന്നില്ല, പക്ഷെ ഒരു സാനിപ്പിനെ കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വൈറലായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വൈറലാവുന്നില്ല. നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മള് ഒരാളുടെ കൂടെ ഇന്ന പെൺകുട്ടി ഇങ്ങനെ കാണണമെന്ന് പറയാൻ പറ്റില്ല. സംഭവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോ സീറ്റ് ഇരിക്കുമ്പോ പുരുഷന്മാരോട് അതിരിക്കുന്നത്, പിന്നെ നമ്മള് ചില ലേഡീസ് വരുമ്പോ ഇരിക്കില്ല പറയാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു വല്യപ്പൻ ഇരുന്നപ്പോ എന്റെ കൂടെ ഇരുന്നപ്പോ ചേട്ടൻ മാറും, എനിക്ക് പെരൊപ്പം ഇരിക്കണം പറഞ്ഞു. ഫാൻസ് അസോസിയേഷൻ ഇപ്പൊ നമുക്ക് തുടങ്ങാൻ, അതെ, എനിക്ക് തോന്നുന്നു പെരേര ഫാൻസ് അസോസിയേഷൻ ലോഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നിയിരിക്കുന്നു, അല്ലേ? AJP ഫാൻസ് അസോസിയേഷൻ അല്ലേ? ഇന്നലെ എനിക്ക് തൃപ്രയാറായിരുന്നു ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് കുറെ വൈകി. അപ്പൊ ബസ് കാത്ത് കുറെ നേരം നിൽക്കണം. അവിടെ നമുക്ക് എറണാകുളത്തോട്ട് ഇടയ്ക്ക്
എന്തോക്കെ ഉള്ളു ബസ്. അങ്ങനെ ഇരുന്നപ്പോ രണ്ട് ചെറിയ പിള്ള കൊച്ചുങ്ങൾ, എനിക്ക് +2 ഒക്കെ ആയിരിക്കും എന്ന്. അപ്പൊ അവരിങ്ങനെ ഞാൻ വന്നപ്പോ പോലും നോക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വന്ന് ചോദിക്കാൻ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് വേറൊരു ചേട്ടന്റെ കയ്യിൽ ഇതിനകത്ത് പെരേരയുടെ കൂടെ കല്യാണ വീഡിയോ ചെയ്ത ചേച്ചി അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ ആണ്. അപ്പൊ ആ കൊച്ചുങ്ങൾ വന്നു. ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് പറഞ്ഞ ആണ്. അവർക്ക് ചോദിക്കാൻ ഒരു പേടി. എന്നിട്ട് പറഞ്ഞ പെരേര ഒന്ന് വിളിച്ചു തരുമോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെരേര ഇപ്പൊ പറഞ്ഞത് ചെറിയ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. ആ ചെക്കന്മാര് ഓടി വന്നിട്ട് എന്നോട് അത്രയും മറ്റേ സൈഡിൽ കുറെ ഫാൻസ് ഇല്ലേ, നമ്മളെ മലപ്പുറം, കോഴിക്കോട് ആ സൈഡിലില്ലേ നമ്മള് അല്ലെ, അത്യാവശ്യം കോഴിക്കോട്, വയനാട് വരെ. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോ പേടിയുണ്ട്. ചില പേടി എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത് മറ്റേ ലേഡീസ് ബോയ്സ് എന്ന് പറഞ്ഞ വ്യത്യാസം ചിലയിടത്തുകളുണ്ട്, മനസ്സിലായോ? പക്ഷെ ചില കല്യാണങ്ങളിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാൻ പേടിക്കുന്നു. പിന്നെ ചില ആൾക്കാരെ കെട്ടിയമായി പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് നിർത്തുന്നു. അതൊക്കെ കാരണം നിർബന്ധിച്ച് എന്തിനാ നിർത്തണം. കാരണം ഇപ്പൊ ചിലയിടത്തേക്ക് പോകുമ്പോ ഇല്ലേ, ഒരുപാട് കല്യാണങ്ങളിൽ പോയ അനുഭവം ഉണ്ടാ. ചിലയിടങ്ങളിൽ പോകുമ്പോ പെണ്ണുങ്ങൾ വന്ന് എന്നോട് മുട്ടി നിൽക്കുക. ദേഷ്യം, ശരിക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം എനിക്കറിയാം പറഞ്ഞല്ല, താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ ഒരു 5 സെക്കൻഡിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഇഷ്ടമുള്ള ആൾക്കാർ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫ്രണ്ട്ലി അപ്രോച്ച് ഉണ്ടെങ്കിൽ അപരിചിതരായ വ്യക്തികൾ നമ്മൾ ഒരുപാട് ഇന്റിമസി കാണിക്കുമ്പോൾ ഇഷ്ടമല്ല എന്നല്ലേ. പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം മുട്ടി നിൽക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് ഇപ്പൊ കല്യാണ വീടുകളിൽ നടക്കുന്നുണ്ട്. എന്നോട് ഫോട്ടോ ചേട്ടൻ പോയി കാണിച്ചു തരും. ഇപ്പൊ ചേട്ടനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നത് സുലക്ഷം പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെയല്ലേ? അങ്ങനെ ഒരു പ്രവണത ശരിയല്ല. കാരണം നമ്മളൊരു ഇപ്പൊ നിങ്ങള് ലാലേട്ടനെ മമ്മൂട്ടി അടുത്തോ പോയിട്ട് അങ്ങനെ നിൽക്കും. സമയം പറഞ്ഞോട്ടാ, ബഹുമാനം കൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചതല്ലേ. ശ്രീലക്ഷ്മി ഉള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലായിട്ടും വിചാരിക്കുന്നു. ഇപ്പൊ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ അഖിൽമാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, താങ്കൾക്കും വേറെ വ്യക്തിക്കെതിരെ ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞു, താങ്കളെ കണ്ടിട്ടാണോ ജനങ്ങള് പഠിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പ്രേക്ഷകരോട് പറയാനുണ്ടോ, അഖിൽമാരെ മറുപടി പറയാനുണ്ടോ? എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്? എനിക്ക് കുഴപ്പമില്ല. കാരണം ഇയാളൊക്കെ എന്നിട്ട് പഠിക്കരുത് ആരും, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ എന്റെ പേര് പറയാണ്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ കണ്ണ് മറച്ചിട്ട് ഇടുന്നുണ്ട്. ചില മാധ്യമങ്ങള് ഫുള്ള് ഇടുന്നുണ്ട്. ആദ്യം പറഞ്ഞിരുന്നു. രണ്ടാമത് ഇങ്ങനെ കോമാളി ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇപ്പൊ കിംബോയ് ഇപ്പൊ അയക്കൂലല്ലോ, അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കിൽ കളിയാക്കുന്നത് തന്നെയാണല്ലോ. മനസ്സിലായി? അപ്പൊ നമ്മളെ തന്നെയാണ് പോസിറ്റീവ് മനസ്സിലാക്കാം. അപ്പോ അതിന് നമ്മളിപ്പോ സീരിയലിൽ അഭിനയിക്കുമ്പോ മ്യൂസിക് വർക്ക് ചെയ്തല്ലോ. അപ്പൊ അതിനെപ്പറ്റി വലിയ കാര്യങ്ങളിലേക്ക് ഭാഗമാക്കുന്നു. എന്തിന്? ഇപ്പൊ അഖിലേട്ടാ നമ്മൾ ചോദിച്ചിരിക്കട്ടെ. അപ്പൊ അഖിലേട്ടനെ കണ്ടപ്പോൾ ആസാം ഹ്യൂമന്റെയും മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയതല്ല, അത് കവർ ചെയ്യുമ്പോൾ ഇടുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യം പുള്ളിയെ കിട്ടി ഹഗ് ചെയ്തിരുന്നു ഞാൻ പുള്ളിയെ. പുള്ളിയെ റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഹഗ് ചെയ്തു. അത് ക്യാമറ വരാൻ വേണ്ടി ചെയ്തതല്ല. എന്നുവെച്ചാൽ ഒരു ജാലകത്തെ കവർ ചെയ്ത് അത് കാണാൻ കൂടിയില്ല. അപ്പൊ അതൊന്നും അല്ല കാര്യം. പക്ഷെ പുള്ളി തന്നെ തുറന്നു പറഞ്ഞു, പുള്ളി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അത് ശരിയാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പുള്ളിക്കാരനും ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നെ പറ്റി മോശമായിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നടൻ തയ്യാറാകുമോ? മനസ്സിലായി? അഖിൽമാരെ പോലത്തെ വ്യക്തി എന്റെ പേര് പറയാണ്ട് തന്നെ ഒരു ചാനൽ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ എന്നെ പറ്റി സംഭവം പറഞ്ഞിരിക്കുന്നു. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മമ്മൂക്കയോ ലാലേട്ടനോ പ്രതികരിക്കട്ടെ, അപ്പൊ ഞാൻ ഉത്തരം കൊടുക്കാം ഇതിനൊക്കെ. മനസ്സിലായി? ഇന്ത്യൻ സിനിമയിലെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂക്കയോ ലാലേട്ടനും എന്നെ അലിൻ ജോസ് പെരേരയെ പറ്റിയോ സന്തോഷ് വർക്കിയെ പറ്റിയോ നമ്മൾ സാധാരണ പോലെ ജീവിച്ചു പോകുന്നു. ഈ ലാലേട്ടന്റെയോ മമ്മൂക്കയുടെയോ റെസ്പെക്റ്റീവിലേക്ക് ഞമ്മൾ പോകുന്നില്ല. കാരണം ലാലേട്ടനായിട്ട് ഫേസ് ടു ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. എനിക്ക് സന്തോഷ് വർക്കി പറ്റില്ല, കാരണം പുള്ളിക്ക് തടയും. എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലാലേട്ടൻ പങ്കെടുക്കുന്ന പല വേദികളിലും വേണമെങ്കിൽ ഇടിച്ചു കയറാം. പറ്റില്ലേ? പറ്റില്ലേ? പറ്റും. അപ്പൊ ഞാൻ എൺപതാണ്ട് തിയേറ്റർ ബിസിനസ് വന്നപ്പോൾ വേണമെങ്കിൽ ബോൺസമാരുടെ ഇടയിൽ കയറാറുന്നു. പക്ഷെ ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ല. എനിക്ക് താല്പര്യമില്ല. എനിക്ക് നടന്മാരൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല. എനിക്ക് മനുഷ്യന്മാരെ പോലെ കാണുന്നുള്ളൂ. വലിയ ആൾക്കാര് അവരെ ഫാൻസ് ആയിട്ട് കാണുന്നു. പക്ഷെ ഇല്ല, ഫാൻ ബോയ് ഉണ്ട്. പക്ഷെ വലിയൊരു ആർത്തിയോ പ്രവേശമോ ഒന്നും ഇല്ല.
പക്ഷെ ഇവരൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ മെയിനായിട്ട് അമ്മ ജനറൽ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകളെ പറ്റി, സന്തോഷ് വർക്കിനെ പറ്റി ഈ കോമാളി ഇമേജ് ഒന്നും പറയാറില്ലല്ലോ. ടീം ചേട്ടൻ തന്നെ എന്നെ പറ്റി പറഞ്ഞത് അവരുടെ കാണാറുണ്ട്, വേറെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനും പറയുന്നത് അയക്കാറുണ്ട്, അല്ലാണ്ട് ചാൻസ് അയക്കാറൊന്നുമില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ജനറൽ ചാൻസ് വരും, ചോദിക്കാറൊന്നുമില്ല. പക്ഷെ ഒരു ബ്രദർലി ഇതുണ്ട്. കാരണം ടിൻകം ചേട്ടന്റെ ഒക്കെ പടത്തിന്റെ ഒക്കെ ടിക്കറ്റ് പുള്ളി പറയാറില്ലെന്ന് പറയാറില്ല. കാരണം ഈ അടുത്തിറങ്ങിയ കൊച്ചേട്ടൻ ഒരു പറയില്ലേ കുഞ്ഞോട്ടൻ, 916 കുഞ്ഞോട്ടൻ, എന്റെ ടിക്കറ്റ് പുള്ളി കണ്ടിരുന്നു. കാരണം എനിക്ക് ആ പടം ഇഷ്ടമാകുന്നതുകൊണ്ട് ടിക്കറ്റ് അയച്ചിരുന്നു ചോദിച്ചു. എന്റെ പൈസ അതൊന്നും അല്ലാതാലും പുള്ളി വരുമെന്ന് തന്നു. പുള്ളി ഒരു അതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് വഴി തന്നു എനിക്ക് ടിക്കറ്റ്. അതുകൊണ്ടൊരു ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മളതിനെ എന്താ പറയാ മോശമായിട്ട് ചെയ്തിട്ടില്ല. അഖിൽമാരോട് ചോദിക്കാനുള്ളത്, അഖിൽമാരോട് എത്ര പടങ്ങൾ ചെയ്തു പറഞ്ഞ ഈ തത്വിക അപലവനം പടമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന മുല്ലൻകുലി എന്ന് പറഞ്ഞ പടം, നായകനായിട്ട് അഭിനയിക്കുന്ന പടം, 2 പടങ്ങളാണല്ലോ ഇവിടെ കരിയറിലുള്ളത്. മനസ്സിലായി. കണ്ടിന്യൂസ് മലയാളം ഇൻഡസ്ട്രിയിൽ 30-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, രാജുവേട്ടൻ, ജയസൂര്യ, ചാക്കോച്ചൻ, ഈ 6 പേര് എന്നെ പറ്റി പറയട്ടെ, ഒരു വീഡിയോ ബൈറ്റ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്ക്. ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം പൊട്ടിത്തെറിക്കാൻ അറിയാമുള്ളതൊന്നുമില്ല. വേണ്ട, എന്തിനാ വെറുതെ കോൺട്രവേഴ്സി എല്ലാത്തിനും. ഒന്നാമത് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് ചിലപ്പോ എന്നെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോ പുള്ളി ആ പോയിന്റ് പറഞ്ഞത്. എന്നെ വിളിച്ചാൽ ബിഗ് ബോസിൽ പോകും, അല്ലാണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് വെച്ചോ വലിയൊരു കാര്യമൊന്നും അല്ല. മനസ്സിലായി. വലിയൊരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ കിട്ടിയില്ലെന്നും പറഞ്ഞ് എനിക്ക് വലിയ നഷ്ടം വരുന്നില്ല. കാരണം എന്റെ റിയൽ ക്യാരക്ടറോടെ തെളിയും. മനസ്സിലായി. എന്താണ് അൽജോസ് പെരേര എന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടറോടെ മനസ്സിലാവും. അതുകൊണ്ട് ബേസിക്കലി എനിക്കത് താല്പര്യമില്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഏഷ്യാന്റെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നാൽ മാത്രമേ നമുക്കത് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ അഖിൽമാരുടെ സ്റ്റേറ്റ്മെന്റ് ഈ സമയത്ത് ഞാൻ ചോദിച്ചു. കാരണം ബിഗ് ബോസ് ഇപ്പൊ 3 തുടങ്ങാൻ പോകുന്നു. ആ സമയത്ത് എന്റെ ഫോട്ടോയും വെച്ച് പേര് പറയേണ്ടതെന്നെ പറയുമ്പോ തന്നെ അറിയാലോ. മീഡിയക്കാര് ഫോട്ടോ വെക്കുന്ന എന്തിനാണ് വെറുതെ? മനസ്സിലായ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി. എത്ര പേര് പ്രതികരിക്കും? ഞാൻ പറയട്ടെ, ഏതാ ഇപ്പൊ എന്തോരം ബിഗ് ബോസ് താരങ്ങളുണ്ട്. അഖിൽമാരാണെന്ന് പറഞ്ഞ വ്യക്തി ഏത് സീസണിലാണ് വന്നത് അറിയോ? ഫസ്റ്റ് സീസണാണോ? അപ്പോ ബിഗ് ബോസിലെ താരങ്ങളെ എനിക്ക് പേഴ്സണൽ അറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും മണിക്കൂറും ചേർന്നൊക്കെ എനിക്ക് പേഴ്സണൽ അറിയില്ലെങ്കിൽ പോലും അവർക്ക് എന്നെ അറിയാം. കാരണം ഞാന് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു അവാർഡ് ഷോ ചെയ്യാൻ പോയിരുന്നു. അത് വിഷമമുണ്ട് ഞാൻ പറയാം അതിനെപ്പറ്റി. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്, അതിൽ എന്നെ വിളിച്ചു. എനിക്ക് പേയ്മെന്റ് കിട്ടില്ലെന്ന് പറയുന്നില്ല, 5000 രൂപ കിട്ടി പറയാം. അപ്പോ അവിടെ ചെന്നപ്പോ സ്കിറ്റിൽ ഉൾപ്പെടുത്തി. സ്കിറ്റ് എന്റെ സീക്വൻസ് മുതൽ ആർട്ടിസ്റ്റുകളുടെ സീക്വൻസ് മുതൽ കട്ട് ചെയ്തു. മനസ്സിലായോ? അതില് ഒരു ഭാഗത്ത് മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ പേര് അതിനകത്ത് പരാമർശിച്ചു സ്കിറ്റിനകത്ത്. അതുള്ളത് കൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞതിനോട്. പക്ഷെ അമൃത ടിവിയിലും മനോരമയിലും ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയട്ടെ ആൾക്കാർ. മനസ്സിലായി. ഇവിടെയൊക്കെ പ്രോഗ്രാം വരുമ്പോ ഇപ്പൊ മെയിൻ സ്ട്രീം ചാനലുകൾ എന്നെ വിളിച്ച് പ്രോഗ്രാമിന് ഇൻഷൂട്ട് എന്താ പറയാ ഒരു ജയിപ്പിക്കുമ്പോഴേ ആൾക്കാർ എല്ലാവർക്കും വിഷമമൊന്നുമില്ല. പക്ഷെ അഖിൽമാരാരെ പോലത്തൊരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരു ബിഗ് ബോസ് താരത്തിനാണ് വിഷമം, ഭയങ്കര വിഷമം. മനസ്സിലായ? ഈ ജിൻഡോ ഉണ്ട്, ജിൻഡോ നമ്മളെ കൂട്ടുകാരനെ പോലെ. പുള്ളി എന്നോട് ഫ്രണ്ട് ആയിട്ടാണ് അന്ന് മറ്റേ എന്താ പറയാ ടെലിവിഷൻ അവാർഡില് ജിൻഡോ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇവരുണ്ടല്ലോ മറ്റേ പ്രണയ ജോഡികളെ മറ്റേ അവസാനം വരെ പിടിച്ചിരുന്നു ജാസ്മിൻ അല്ലേ? ആ കോമ്പോ അവര് നമ്മളെ കണ്ടപ്പോ ഒന്നും വേണ്ടിയില്ലെങ്കിലും ഹായ് ബൈ ഒരു ബന്ധം നടത്തിയിരുന്നു. എബ്രി അവരൊക്കെ ഡീസന്റ് ആയിട്ടാണ് വർത്തനം പറഞ്ഞത്. അവരൊന്നും പ്രതികരിക്കുന്നില്ല. അവരെ പോലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ മുമ്പത്തെ സീസണുള്ള മണിക്കൂട്ടനെ പോലത്തെ ആൾക്കാരോ പിന്നെ ഈ പറയുന്ന എന്നെ പറ്റി പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഈ പുള്ളിയാ ഹരിഹര സാബു. പുള്ളി എന്റെ നാടകത്തിന്റെ രീതി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ബെസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ
ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു 2 ബിഗ് ബോസിലെ വിൻ ചെയ്തൊരു ആർട്ടിസ്റ്റുകൾ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും അങ്ങനെ ആവുന്നില്ലല്ലോ കേട്ടാ. കാരണം ദിൽസ പ്രസन्न എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അതാണ് മെയിൻ പോയിന്റ്. ഇപ്പൊ അഖിൽമാർ ആ പ്രസ്താവന നടത്താൻ കാരണം അതാണ്, അല്ലെ പറയില്ല. കാരണം എനിക്കൊരു ബിഗ് ബോസിൽ വിളിക്കുമെന്ന് പ്രതീക്ഷ വന്നത് ആ പോയിന്റാണ്. ഇപ്പൊ പ്രതീക്ഷ വന്നെന്ന് അറിയില്ല. പക്ഷെ ദിൽസ പ്രസन्न പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ തമിഴിൽ കൊടുത്തത് തന്നെ കണ്ടന്റ് ആണ്. എന്റെയും ആറിന്റെ ഫോട്ടോ തമിഴിലില്ല, പക്ഷെ ഇൻസ്റ്റയിലേക്ക് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ എന്താ പോയിന്റ് തന്നെ, ആര് ബിഗ് ബോസ് നന്നാവെന്ന് ചോദിച്ചപ്പോ ജാൻചേട്ടൻ വന്നിട്ടുള്ളായിരിക്കും. പിന്നെ ഇങ്ങനെ രണ്ടുപേര് പറഞ്ഞാൽ പറഞ്ഞപ്പോ അലൻ ജോസ് എന്റെ പേര് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് പറഞ്ഞത്. എന്നാലും ആ പേര് പാടെ മെൻഷൻ ആയല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഈ അഖിൽമാരാറിന് അത്യാവശ്യം പോസിറ്റീവ്നെസ് ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ അഖിൽമാരെ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പൊ അതിന്റെ പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, അല്ലേ? അല്ലെന്ന് പറയണ്ട. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ആ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസില് ഫീഡായിട്ട് ഇട്ടിരിക്കുന്നത്. ഡാൻജറിന്റെ ഫോട്ടോ വെച്ചിട്ട് ബിഗ് ബോസിലേക്ക് ആരാ ദിൽഷ പ്രസന്നൻ പറയുന്നു. അപ്പൊ അങ്ങനെ പോയിന്റില് എന്റെയും സന്തോഷത്തിന്റെയും പേര് അവിടെ മെൻഷൻ ചെയ്യുന്നത് ദിൽഷ പ്രസന്നന് ഞാൻ ഒരു കോടി രൂപ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ 10 ലക്ഷം കൊടുത്തിട്ടില്ലേ പേര് പറയാൻ വേണ്ടി. 10ന്റെ പൈസ കൊടുക്കാണ്ടാണ് ഫ്രീ ആയിട്ട് വന്ന പ്രൊമോഷനാണത്. ആ പേരുകള്, ആ പേര് വന്നുകൊണ്ടാണ് ഇപ്പോ അഖിൽമാരാര് കടന്ന് ബഹളം വെക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ദിൽഷ പറഞ്ഞതുകൊണ്ട് അഖിൽമാരെ എന്തിനാണ് ബഹളം വെക്കുന്നത് എന്ന് എനിക്ക് കണക്ട് ആവുന്നത്. എന്താണ് അഖിൽമാരെ കുറ്റം പറയുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വില? കാരണം ദിൽഷയും അഖിൽമാരും സെപ്പറേറ്റ് പേഴ്സണാലിറ്റീസ് അല്ലേ? പക്ഷെ രണ്ടുപേരും താരങ്ങളാണ്. കാരണം ദിൽഷ സീസൺ 4 വിന്നറാണ് കേട്ടോ, മനസ്സിലായ? ഈ ആണുങ്ങൾ മാത്രം വിജയിക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും ഒരു ലേഡി വിൻ ചെയ്തൊരു പരിപാടിയായിരുന്നു സീസൺ 4-ലേത്. 5-ലേത് വേറെ വിന്നർ, മനസ്സിലായ? അങ്ങനെ ഇപ്പൊ സീസൺ 6+7 ആയി. അപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയാലും എത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറോ? എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 25,000 50,000 പ്രോഗ്രാംസിനും കിട്ടുന്നുണ്ട്. അത് കിട്ടി എനിക്ക് ജീവിക്കാമല്ലോ. ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടർ റിവീൽ ചെയ്തിട്ട് കിട്ടുന്ന റെമ്യൂണറേഷൻ കൊണ്ട് ജീവിക്കണമെന്നില്ലല്ലോ. എനിക്ക് ആസാം വ്യക്തി കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ പോവാം. വേണോ? നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഡൗൺ അല്ല, എനിക്കൊരു പറഞ്ഞു തന്നൊരു ഇൻഫർമേഷനാ. ഒരു 50,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാല് മാസം 20K അടയ്ക്കാൻ ഓക്കെ ആണെങ്കിൽ കാറ് വീട്ടിൽ വരും. അവരും പറയുന്ന പോയിന്റ് ആണ്. കാറ് വാങ്ങാൻ വേണ്ടി ബിഗ് ബോസിൽ പോണെന്ന് പറഞ്ഞു. കാറ് വാങ്ങാനൊന്നും കാറ് വാങ്ങണേ ഡൗൺ പേയ്മെന്റ് ബാക്കി EMI ഇട്ടാൽ മതി. ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് എമൗണ്ട് EMI കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്. അത് നമ്മള് സീരിയസ്ലി ഞാൻ കാർ എടുക്കാത്തതേ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, മനസ്സിലായ? KL 40 60 നമ്പർ ലൈസൻസ് നമ്പർ. അപ്പൊ നമ്പർ ഉണ്ടാവും ഒരു ഫുള്ളായിട്ട് പറയല്ല, ലൈസൻസ് ഒരു നമ്പർ ഉണ്ടാവും ലൈസൻസിന്. അപ്പൊ എനിക്ക് LLB ലൈസൻസ് ഉണ്ട്, ലൈറ്റ് മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ലൈസൻസ് ഉണ്ട് കാറിന്. അപ്പൊ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, കാർ ഓടിയുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്കത് ബുദ്ധിമുട്ടാവും. പക്ഷെ അത് അത്ര ഓപ്ഷൻ ചിന്തിക്കുന്നു. ചേട്ടൻ പറഞ്ഞപ്പോൾ പോയിന്റ് ഓഫ് എനിക്ക് ഉണ്ട്, എന്നാലും കുറച്ച് മനസ്സിലായത്. കാരണം ഡ്രൈവറിനെ വെച്ച് നമുക്ക് ചെയ്യാം, മുമ്പ് വണ്ടി വാങ്ങിച്ചു വിടാം. അപ്പൊ അത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് വൈറലായി എന്നും പറഞ്ഞ് കാറ് മേടിച്ചിട്ടുള്ള പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ. പെട്ടെന്ന് ഇതിനൊരു 3-4 മാസത്തിനുള്ളിൽ ചെയ്യും എന്തായാലും. സ്വന്തമായിട്ട് കാറ് മേടിച്ചെന്ന് ഒരു കള്ളപ്രചാരണം നടത്തിയിരുന്നു ഒരു ഷോപ്പിന്റെ ഒരു. ഇനിയിപ്പോ സ്വന്തമായിട്ട് കാറ് വാങ്ങി. ഇപ്പൊ കല്യാണം പോലെ അല്ലല്ലോ, കല്യാണം ആലോചന വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഒരു സമയത്ത് ചിലപ്പോ ഞാൻ എത്തിയാലേക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നല്ലോ. എപ്പോഴാണ്, ഏത് വർഷത്തിലാണെങ്കിൽ 4 വർഷമാണെങ്കിൽ 3 വർഷത്തിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് സംഭവിക്കും. പക്ഷെ കാറിന്റെ കാര്യത്തില് ആരും നടക്കാതെ നടക്കുന്നു. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ഏത് കാർ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡൗൺ പേയ്മെന്റിൽ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് അഖിൽമാരെ പറഞ്ഞ പോയിന്റ്, എനിക്ക് ബിഗ് ബോസ് വന്നാലേ ഈ കാർ കിട്ടുമെന്നൊന്നുമില്ല. അത്യാവശ്യം കാറിന്റെ ഒരു പ്രവണത എനിക്ക് ഇപ്പൊ കുറഞ്ഞു. കാരണം ഞാനിപ്പോ കല്യാണ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുന്ന BMW, Benz, താറ് എല്ലാ കാര്യം യൂസ് ചെയ്ത് എന്ന് പറയാം യാത്ര ചെയ്തത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രേമമില്ല എനിക്ക്.
കാറിനോട് ഡെമോ കളക്ഷൻസ് ഇല്ലേ? കംഫർട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർ നല്ലതാണ്. ഒരു ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താങ്കൾക്ക് കംഫർട്ടബിൾ ആയി പോകാനും പറ്റും അല്ലെ. നല്ലൊരു ലെവലിൽ നമുക്ക് അത്യാവശ്യം ലെവലിൽ കിട്ടി. എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ? വീട്, കാറ്, ഫാമിലി ആൾറെഡി ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചില്ല. അപ്പോ എന്തൊക്കെയാണ് സിനിമകൾ, അങ്ങനത്തെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയും. ഒരു മലയാള ഫിലിം സംസാരിച്ചിങ്ങനെ ഓക്കെ ആയി വെച്ചിരിക്കുന്നു. പിന്നെ നല്ലൊരു വീട് വെക്കണം. കാറ് അങ്ങനൊന്നുമില്ല. കാറ് വലിയ മോഹം, ചെറിയ മോഹമല്ലേ കാറെന്ന് പറഞ്ഞാല്? അങ്ങനെ എനിക്കൊരു വലിയ മോഹം ആയിരിക്കുമല്ലോ. അങ്ങനെ എന്റെ ഒരു കാറെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാർ എടുക്കണത്തിന് 2-3 ലക്ഷത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൽ നമുക്ക് അത്രയും കൊണ്ട് വലിയ എമൗണ്ടും പണ്ടത്തെ പോലെ അപ്രാപ്യമായ ലക്ഷ്യങ്ങളൊന്നും അല്ല കാറെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി സ്ട്രെസ് എടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്താ? ലൈസൻസ് എന്താ? ഡ്രൈവർ പോലെ അതെ കോൺഫിഡൻസ് ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഒന്നുമില്ല, എടുക്കണം. വണ്ടി ഇപ്പൊ സ്വപ്നമൊന്നും ഇല്ല, എടുക്കാൻ പറ്റിയ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ എന്നാണ് ഞാൻ ആ വണ്ടി എടുക്കും ചിലപ്പം പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും സ്വപ്നം അതായിരിക്കില്ല, ഒരു വീട്. സിനിമയല്ല, നാട്ടിലാണോ ഇവിടെയാണോ? നാട്ടിൽ സിനിമ സ്വപ്നമല്ലേ? ഇപ്പൊ സ്വപ്നത്തിൽ പ്രവർത്തപ്പെടും സിനിമ 1, 2, 3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി സിനിമ. ഞാൻ ചോദിച്ചത് നേരത്തെ 3 കാർ. അതെ അത് വലിയൊരു സ്വപ്നത്തിലേക്ക് ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഈ ഫണ്ട് പറയാറുണ്ട്, നമ്മൾ ഗോൾ ഒരു കോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡേ ബൈ ഡേ നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അറിയാത്ത എത്തിപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ഒരു ജേണിയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മൂവിങ് ആണ്. ഇതൊക്കെ വേണോന്നുള്ളൊരു സ്വപ്നമാണ്. പക്ഷെ അത് മാറ്റി വെച്ചാൽ ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്കിത് നേടിയെടുക്കണമെന്ന് പറഞ്ഞൊരു സ്വപ്നമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്റെ അമ്മയെ വലിയൊരു പ്ലാറ്റ്ഫോം ഇപ്പോ അവിടെ കൊണ്ടിങ്ങനെ നിർത്തുക. എന്റെ അമ്മ എന്റെ ഒപ്പം നിർത്തിയിട്ട് എന്റെ കുടുംബക്കാരെയും എന്റെ നാട്ടുകാരെയും പുച്ഛിച്ചവരെയും തള്ളിക്കളഞ്ഞവരെയൊക്കെ എന്റെ അമ്മയൊക്കെ അകറ്റി നിർത്തിയവരുണ്ട്, മാറ്റി നിർത്തി. കാരണം എന്റെ അമ്മ വയ്യാതെയൊക്കെയാണ്. അപ്പൊ അതിന്റെ കാണുമ്പോ അപ്പൊ അങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്ന് നെഞ്ചുയർത്തി നിർത്തിയിട്ട് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് നിർത്താം. പൊതു വേദികളിലോ പൊതു സ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് പോലും പോകാൻ കഴിയുന്ന ഒരാളല്ല എന്റെ അമ്മ. പോകാൻ അറിയില്ല, അതാണ്. അപ്പോ നമുക്കിപ്പോ എത്ര ദിവസം പറയാൻ പറ്റും? അപ്പോ ഇങ്ങനെ കൊണ്ട് നിർത്തുക, എന്റെ അമ്മയെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്താം. എന്റെ അമ്മയും കാണട്ടെ ഇങ്ങനെയൊക്കെ ലോകമുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ അതൊക്കെ വലിയ അതിശയമായിരിക്കും. എന്താണെന്ന് പോലും അറിയില്ല ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന ഒരാളാണ്. നാട്ടുമ്പുറത്തിന്റെ അല്ല, അമ്മ ഒരു വൈകാതെയാണ്. അപ്പോ ഇങ്ങനെ അതൊക്കെ ഒന്നും അറിയില്ല പുള്ളിക്കാരത്തേക്ക്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് നോക്കണം. എന്നിട്ട് പുച്ഛിച്ചവരും തള്ളി പറഞ്ഞവരൊക്കെ കാണണം. അന്ന് നമ്മൾ പുച്ഛിച്ച അവളുടെ മോളാണ് ഇന്ന് അവളെയും കൊണ്ട് ആ സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് പറയും. ആ ആഗ്രഹങ്ങളിലേക്ക് എത്തുമാറാവട്ടെ, ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂത്തെളിയുമാറാവട്ടെ അല്ലെ, അങ്ങനെയല്ല പറയുന്നത്. അപ്പോ അങ്ങനത്തെ സ്വപ്നങ്ങളെല്ലാം നേടുമാറാവട്ടെ. ഒരുപാട് വലിയ വലിയ ജയിലുകൾ പോകാറുണ്ട്. അപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഇപ്പൊ വെബ് സീരീസും വരുന്നുണ്ട് അല്ലെ, വെബ് സീരീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോ അത് മലയാളമാണോ? മലയാളം. അപ്പൊ അതേപോലെ നല്ല നല്ല വെബ് സീരീസ് ആണെങ്കിൽ നല്ല ക്യാരക്ടർ റോൾസും എല്ലാം വന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ലെവലിലേക്ക് മാറട്ടെ. അങ്ങനെ നല്ല നല്ല ജീവിത ലക്ഷ്യങ്ങൾ അതിൽ പറഞ്ഞ പോലെ ഒരു പ്രാണസഖി, പ്രിയസഖി, ജീവിതസഖി എത്രയും വേണം നല്ല അതിന്റെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന അതിന്റെ എല്ലാ ക്ലോസ്നെസ്സും നെഗറ്റീവ്സും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി കിട്ടട്ടെ. കാറ്, മറ്റേ എന്താ പറയുക, വീട്, അങ്ങനത്തെ എല്ലാ സ്വപ്നങ്ങളും കറക്റ്റ് ആവട്ടെ. വലിയ സൂപ്പർ സ്റ്റാർ ആയി മാറട്ടെ. സൂപ്പർ സ്റ്റാർ AJP ലെവലിലേക്ക് വരട്ടെ. ബിസിനസ് സെക്ഷനിൽ എന്ന് പറഞ്ഞു അതേ ലെവലിലേക്ക് നിർത്തട്ടെ. അങ്ങനെ ലെവലിലേക്ക് നന്നായിട്ട് വരട്ടെ. അപ്പോ ശ്രീലക്ഷ്മി, അപ്പോ വീണ്ടും ഒരു ഷൂട്ടുണ്ട് ശ്രീലക്ഷ്മിക്ക്. അതുപോലെ തന്നെ അതിന് ഷൂട്ടുണ്ട്. രണ്ടുപേരും തിരക്കായതുകൊണ്ട് നമ്മള് തൽക്കാലത്തേക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർക്കൊക്കെ ഒരു അവാർഡ് കിട്ടുമ്പോൾ വലിയ വലിയ ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഇവരെ വിളിച്ച് നമ്മൾ വീണ്ടും
വരുന്ന സ്നേഹത്തോട് വരും വരാൻ പറ്റട്ടെ. നല്ല നല്ല പ്ലാറ്റ്ഫോമുകളിൽ പല പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വീണ്ടും കൂട്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വരട്ടെ കാര്യങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ നിർത്താം. അപ്പൊ താങ്ക് യു ഫോർ ഓൾ ദ ബെസ്റ്റ് യു. സ്ട്രോങ് ഇങ്ങനെയാണ് കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.